ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യോ തം നമാമി ഗജാനനം. വാണീ നിൻ കൃപ കാണി വേണമതിനായി ഏണാംഗബിംബാനനേ വീണേൻ ത്വത്പദ പങ്കജത്തിലടിയൻ വാണീ മനോഹാരിണി. വാണീ നിർജിത വേണുഗാനമധുരേ വാണീ ഗുണം നൽകുവാൻ വാണീടെൻ്റെ രസജ്ഞയായ മണിമഞ്ചൻ തന്നിൽ മൂകാംബികേ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭോ നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷിഷ്ട ഭഗവൻ വചാംസി മേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും വിശിഷ്യ ഈ സത്രത്തിൻ്റെ എല്ലാമായ ബഹുമാനന്ദ സ്വാമിക്കും സന്യാസിനിമാർക്കും മറ്റെല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. കാളിയ ചിത്തത്തിൽ ഭഗവാൻ ബാലനൃത്തത്തിൽ ചൂളിയ കാളിയ ചിത്തം എന്നാണല്ലോ ഇന്നത്തെ പ്രഭാഷണ വിഷയം. ഈ ഭാഗവതം എന്ന ആ പദത്തിന് തന്നെ അർത്ഥം നമ്മളെ ഓരോരുത്തരെയും ഭാസിലേക്ക് എന്നുവെച്ചാൽ പരമമായ പദത്തിലേക്ക് ഗമിപ്പിക്കാനുള്ള കൊണ്ടുപോകാനുള്ള ശ്രേഷ്ഠമായൊരു തോണിയാണ് ഭാഗവതം. പിന്നെ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റേത് എന്നൊരർത്ഥം, പിന്നെ ഭഗവത് ഭക്തൻ്റേത് എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ തന്നെ ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രത്യക്ഷ കൃഷ്ണഹേവഹീന്ന് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതത്തിന് ഇതൊരു പാരമഹംസ്യ സംഹിതയാണ്. വളരെ തത്വശാസ്ത്ര പ്രതിബദ്ധമായിരിക്കുന്ന മഹാപുരാണമാണ് ഈ ഭാഗവതം. ഈ ഭാഗവത പുരാണത്തിന് 10 ലക്ഷങ്ങളുണ്ട്. 12 സ്കന്ധത്തിലെ 3-ാമത്തെ സ്കന്ധം തൊട്ടാണ് സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം എന്ന ലക്ഷണങ്ങൾ. ഇതിൽ ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം എന്നാണ്. നിരോധം എന്ന് വെച്ചാൽ തടയുക എന്നാണ് അർത്ഥം. എന്തിനെയാണ് തടയുന്നത്? ചിത്തവൃത്തികളെ തടയുക എന്നർത്ഥം. എന്താണ് നമ്മുടെ ചിത്തത്തിലുള്ള ഓരോ വ്യാപാരങ്ങളെയും ഉള്ളിൽ എന്തൊക്കെയാണോ ഉള്ളത്, കാമക്രോധ ലോഭമോഹ മതമാത്സര്യ അസൂയാദികളായിരിക്കുന്ന ആ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളെയും നീക്കിയിട്ട് മുക്തി മാർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഭഗവാന്റെ നല്ല നല്ല സത്കഥകൾ തത്വോപദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന കഥകളാണ് ഈ ദശമസ്കന്ധത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ശ്രീകൃഷ്ണൻ മർത്യാവതാരം എടുത്തത് നമുക്കൊക്കെ എങ്ങനെയാണോ ജീവിച്ച് പരമാത്മാവിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയെന്ന് കാണിച്ചു തരാനുള്ള ഓരോരോ പടികളാണ് ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അതിൽ ഭഗവാൻ 5 വയസ്സ് വരെ സാധാരണ
ഗോവത്സങ്ങളെ, പശുക്കുട്ടികളെ, 5 വയസ്സ് വരെ പശുക്കുട്ടികളെയാണ് ഗോപകുമാരന്മാരോട് കൂടിയിട്ട് വൃന്ദാവനത്തിലേക്ക് കാലി മേയ്ക്കാനായിട്ട് പോയിരുന്നത്. അങ്ങനെ ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം, അങ്ങനെ മനോഹരമായിരിക്കുന്ന ആ 5 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പൗഗണ്ഡ വയസ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പൗഗണ്ഡ വയസ്സ് എത്തിയപ്പോൾ ഭഗവാനും ബലരാമനും കൂട്ടുകാരൊക്കെ പശുക്കളെ മേയ്ക്കാനായിട്ട് തയ്യാറായി എന്നാണ്. പശുക്കുട്ടികളെ ഗോവത്സനെ നിർത്തിയിട്ട് ഗോഗണപാലനായാം, പശുക്കളെ നോക്കാനായിട്ടുള്ള ആ പണിയും വ്യാപാരത്തിൽ അവരതിൽ പുറപ്പെട്ടു തുടങ്ങി, സഞ്ചരിച്ചു തുടങ്ങി എന്നർത്ഥം. അപ്പോൾ എവിടേക്കൊക്കെയാണ് ഇവർ പോകുക? ഈ ഗോക്കളെ കൊണ്ട് ഗോപകുമാരന്മാരോട് കൂടിയിട്ട് വൃന്ദാവന ഭൂമിഷു, വൃന്ദാവന ഭൂപ്രദേശങ്ങളെ പച്ചപ്പുൽമേടുകളിലും ഗോവർദ്ധനാചലമൂർധസു, ഗോവർദ്ധനത്തിൻ്റെ താഴ്വര പ്രദേശങ്ങളിൽ ഒക്കെ കാളിന്തി പുളിനത്തിലും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച് ആ പശുക്കളെ മേശി നടക്കുന്ന ഒരു കാലം. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കൃഷ്ണൻ എപ്പോഴും കാനന ഭംഗിയും ആ ഭൂപ്രദേശ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുന്ന ആ കൃഷ്ണൻ ആ കാനന ഭംഗിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ജ്യേഷ്ഠനായ ബലരാമനോട് പറഞ്ഞ് സഞ്ചരിക്കുകയാണ്. ആ വൃക്ഷങ്ങളുടെ, ആ പക്ഷികളുടെ, ആ കളകളഗാനങ്ങൾ ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് ആ കാനന ഭംഗിയൊക്കെ വർണ്ണിച്ച് ഇതാ കണ്ടു. ആ മരങ്ങളൊക്കെ ജ്യേഷ്ഠനെ നമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. വൃക്ഷങ്ങളിലെ പൂക്കളൊക്കെ ഭഗവാന്റെ കാൽക്കൽ വീണാണ്. ഇങ്ങനെ ജ്യേഷ്ഠനോട് പറഞ്ഞ് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് ചില സമയത്ത് ആ വേണുഗാനം കൊണ്ട് ആ അകലേ നിൽക്കുന്ന പശുക്കളെ ആ ഓടക്കുഴലിലൂടെ അങ്ങനെ വിളിക്കും, ഓരോരോ പേര്, ആ പശുക്കളുടെ പേര്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഓടി വരും. ഇങ്ങനെയാണ് ആ ഓടക്കുഴൽ നാദം ആ പ്രദേശത്തുള്ള എല്ലാ പക്ഷി മൃഗാദികളെയും എല്ലാവരെയും ആഹ്ലാദിപ്പിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ദിവസം കളി വർത്തമാനം തമാശകളൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഭഗവാൻ എന്തു ചെയ്യും? ആ ഗോപബാലന്മാരുടെ മടിയിൽ തലവെച്ചിങ്ങനെ അവരെ നോക്കി തമാശ കളിച്ച് നടക്കും. ഒന്ന് നോക്കൂ, രമാദേവി ലക്ഷ്മീദേവിയുടെ ആ പാദപല്ലവം തലോടപ്പെടുന്ന ആ മനോഹര രൂപനായിരിക്കുന്ന ഭഗവാൻ ഈ ഗ്രാമ്യ ബാലകന്മാരോട് കൂടിയിട്ട്, സാധാരണ ബാലനായിട്ട് കളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മതത്വമായിരിക്കുന്ന പരിപൂർണനായിരിക്കുന്ന ആ ഭഗവാൻ നമുക്ക് സാധാരണ ലീലകളാടിയിട്ട് നമ്മളെ തത്വങ്ങൾ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ചിലപ്പോൾ കുയിലുകൾ പാടും, അതേ ഓടക്കുഴലിനെ വായിക്കും, ഇങ്ങനെ ആനന്ദിച്ചാൽ നടക്കും. ഒരു ദിവസം ശ്രീതാമാവ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞു, ഹേ രാമ, ഹേ കൃഷ്ണ, അതിൻ്റെ അടുത്തൊരു താലവനമുണ്ട്, അവിടെ ധാരാളം താലഫലങ്ങളുണ്ട്, അത് നമുക്കൊന്നും ഭക്ഷിക്കാൻ പറ്റില്ല, എന്തൊരു സ്വാദാണ് ആ ഫലങ്ങൾക്കെന്നറിയോ, പക്ഷെ അതൊന്നും കഴിക്കാൻ നമുക്ക് പറ്റണില്ല. ആ വനം കാത്തു സൂക്ഷിക്കുന്നത് ധേനുകൻ എന്ന് പറഞ്ഞൊരു അസുരനാണ്, അതുകൊണ്ട് നമുക്ക് ആ കാട്ടിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞതിനനുസരിച്ച് കൃഷ്ണനും രാമനും എല്ലാവരും കൂടി ആ കാട്ടിൽ ചെന്നു. വേഗം തന്നെ ആ ഒരു താലഫലത്തെ അങ്ങോട്ട് കുലുക്കി. അപ്പോൾ അതിന് പക്വമായ ഫലങ്ങളും മൃദുവായിട്ടുള്ള ഫലങ്ങളൊക്കെ വീണ് അവരതൊക്കെ ഭക്ഷിക്കാനായിട്ട് തയ്യാറായിപ്പോൾ ഈ ഇതങ്ങോട്ട് കേട്ട ശബ്ദം കേട്ടിട്ട് ധേനുകൻ ഒരു കഴുതയുടെ വേഷത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന് ആ ബലരാമനെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ചെന്നപ്പോൾ ബലരാമൻ ആ കാലൊക്കെ കൂട്ടിപ്പിടിച്ച് ആ ധേനുകാസുരനെ അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് എറിഞ്ഞൊരു മരത്തിൻ്റെ മേലേക്ക്. അങ്ങനെ ജീവൻ പോയി. ആ മരങ്ങൾ വീണപ്പോൾ അതിൻ്റെ അപ്പുറത്തെ മരങ്ങൾ, ഇങ്ങനെ കുറേ മരങ്ങൾ അവിടെ മറിഞ്ഞു വീണു. അത്ര ശക്തനാണ് ഈ ധേനുകാസുരൻ. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ധേനുകാസുരൻ്റെ സഹായികളായിട്ട് കുറുക്കൻ്റെ വേഷത്തിലാണ് കുറേ സഹായികൾ വന്ന്, അവരെയും ഇവരെ കൂടി നിഗ്രഹിച്ചു എന്ന കഥ. ആ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയാണ്, ആ ശ്രീകൃഷ്ണൻ ഒരിക്കൽ ആ കാളിന്തിയിലെ വിഷദൂഷിതമായിട്ടുള്ള ജലം വിഷം കളഞ്ഞ് കാളിയനെ അവിടുന്ന് പറഞ്ഞയച്ചു എന്നുള്ള കഥ ചുരുക്കി പറഞ്ഞു. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, ആ കഥയൊന്ന് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അങ്ങനെ ആ നൃത്തത്തിൽ കാളിയ ചിത്തം എന്ന് പറയുന്നത് ആ ബാലനാണ്, 6 വയസ്സ് പ്രായമുള്ളൊരു ബാലനാണ് ഭഗവാൻ. പക്ഷേ ഭഗവാനാണ് അസാമാന്യ ശക്തിമാനാണ്, അസാമാന്യ ഐശ്വര്യങ്ങളുടെ അപരിച്ഛിന്നമായ ഐശ്വര്യങ്ങളുടെ ഒരിടമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ ഇങ്ങനെ പശുക്കളെ മേച്ച് നടക്കുന്നതിലേക്ക് ഒരു ദിവസം ഏവം സ ഭഗവാൻ കൃഷ്ണ വൃന്ദാവനചര ക്വചിത് യയോ രാമമൃതേ രാജൻ
കാളിന്തിം സഖിബിർവൃതഃ എന്നും ജ്യേഷ്ഠനോടും മറ്റുള്ളവരോട് കൂടിയിട്ടാണ് പോവാറ്. എന്നാൽ ഈ ദിവസം ബലരാമനെ കൂടാതെയാണ് ശ്രീകൃഷ്ണനും ഗോപന്മാരും കൂടി പശുക്കളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നല്ല കൊടും വേനലാണ്. ആ നിദാഘാതവ പീഡിത, ആ വേനൽക്കാലത്തെ ആതപം വെയിൽ കൊണ്ട് ക്ഷീണിച്ച് പരവശരായി ദാഹപരവശരായിട്ടുള്ള ഗോപന്മാർ അങ്ങനെ നടന്ന് പിന്നാലെ പശുക്കളും നടന്ന് ആ കാളിന്തിയിലെ ജലം കുടിച്ചു. അപ്പോൾ ഈ കാളിന്തി ജലത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വിഷം കലർന്ന് ആകെ ദൂഷിതമായിരിക്കണം. വെച്ചാൽ വർഷങ്ങളോളമായിട്ട്, യുഗങ്ങളെന്ന് അതിൽ പറയണം, അങ്ങനെ വർഷങ്ങളോളം ഈ കാളിന്തിയിൽ അധിവസിക്കുന്നതിനാൽ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് അവരുടെ വിഷം ഇങ്ങനെ ആ വെള്ളത്തിൽ കലർന്നുണ്ട്. അങ്ങനെ അവരൊക്കെ അവിടെ പ്രാണഹീനരായിട്ട് ജീവിച്ചു. അപ്പോൾ എന്താ കാലക്കേട് കൊണ്ട് സംഭവിക്കാത്തത് എന്താ? ഈ കാളിന്തിയിൽ ഈ വെള്ളം വിഷദൂഷിതമാണെന്ന് ആ ഗോകുലവാസികൾക്കൊക്കെ അറിയാം. പക്ഷെ അവരാരും അത് ഈ കുട്ടികളോട് പറഞ്ഞില്ല. പ്രാരബ്ധവശാൽ പറയാൻ മറന്നുപോയി. കുട്ടികൾ അങ്ങോട്ട് പോകുന്നവർ വിചാരിച്ചുമില്ല. ഇതൊന്നും അറിയാതെ, ഈ ജലത്തിൻ്റെ ശുദ്ധ അശുദ്ധതയെപ്പറ്റിയൊന്നും അറിയാതെയാണ് ഈ ഗോപന്മാരും പശുക്കളും ഈ വെള്ളം കുടിച്ച ഉടനെ അവർ പ്രാണഹീനനായി. അപ്പം കൃഷ്ണനവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണനോ സരസചാരു കിശോര സമീരണം സകല ഭൂതല ശോഷിണി പൂഷണി വിപിന ജാത പരിശ്രമ ശാന്തയേ തപന ജാതടം ആപജനാർദ്ദന. അതിമനോഹരമുള്ള മെല്ലെ വീശുന്ന കാറ്റ്. എന്നാലോ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഭൂമി ആകെ വരണ്ട് ശോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന് തോന്നി ഈ കാട്ടിൽ സഞ്ചരിച്ച ക്ഷീണം തീർക്കാൻ ആ കാളിന്തി തീരത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ച് ഭഗവാൻ അവിടെ ചെന്നതാണ്. ചെന്നപ്പോഴോ തൻ്റെ സുഹൃത്തുക്കളും പശുക്കളൊക്കെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം നോക്കി, എന്താ അതിന് കാരണം? ഫണിപതി വിഷവന്നേർ ദുസ്സഹാ നിസ്സരന്തിം ദിശി ദിശി വിസരന്തിം യാമുനേ വാരിപൂരേ പുരഹരഗണനാളശ്യാമളാം ധൂമലേഖാം വീക്ഷ്യ. നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? ആ ഫണിപതിയായിരിക്കുന്ന കാളിയൻ്റെ വിഷാഗ്നിയിൽ നിന്നിങ്ങനെ പുക, ആ പുരഹര ശിവൻ്റെ കണ്ഠനാളത്തിലുള്ള പോലെ കറുത്ത നിറത്തിലുള്ള ആ പുകങ്ങനെ മേപ്പോട്ട് പൊന്തുന്നതാണ് കണ്ടത്. അപ്പോൾ ഭഗവാന് തോന്നി ഇത് ശരിയാവില്ല. എന്താ? ഈ കാളിയൻ്റെ വിഷവേഗത കൊണ്ട്, വിഷവീര്യം കൊണ്ട് ആ കാളിന്ത്യാം കാളിയസ്യാസീത് ഹൃദ കശ്ചിത് വിഷാഗ്നിന ശ്രപ്യമാനപയായസ്മിൻ പതന്ത്യുപരിഗാഖഗാഃ. ഈ കാളിന്തിയിൽ അതൊരു വലിയ നദിയാണല്ലോ, പക്ഷെ അതിലൊരു ഹൃദം, ഒരു കയം, താമസിക്കാൻ പറ്റിയൊരു ആ കാളിയൻ താമസിക്കാൻ ഒരു ഹ്രദമുണ്ട് അതിൻ്റെ ഉള്ളിലാണ് അവിടെ താമസിക്കുന്നത്. അതിലോ എന്താ? അതിന് ആ കാളിയിൽ നിന്ന് പുറപ്പെടുന്ന വിഷജ്വാല കൊണ്ട് തീരപ്രദേശത്ത് പോകുന്ന ജീവജാലങ്ങൾ പോലും ഉടനെ ആ വിഷവാതകം ശ്വസിച്ച് മരിച്ചു വീഴും. മാത്രമല്ല ഉപരിഗാഖഗാഃ, മേൽപോട്ട് പറക്കുന്ന പക്ഷികൾ പോലും അവിടെ മരിച്ചു വീഴാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഭഗവാന്റെ മനസ്സാകെ കരുണാർദ്രമായി. ഭഗവാന് തോന്നി ഇങ്ങനെ ശരിയാവില്ല. ഈ കാളിന്തിയിൽ ഘോരതരം ഭണിനം പ്രതിവാരയിതും, അതിഘോരമായിട്ട് മനുഷ്യരെയും പക്ഷി മൃഗാദികളെയും വൃക്ഷങ്ങൾ പോലും ഉണങ്ങി, ഒരു വൃക്ഷം പോലും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ വൃക്ഷലതാദികളെ പോലും ഉണക്കി ആകെ നശിപ്പിച്ചിരിക്കുന്ന ആ കാളിയനെ കണ്ട് ആ കാളിയൻ്റെ ദർപ്പമകൾ തീർത്ത കാളിയനോട് പറഞ്ഞയക്കണമെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? തം ചണ്ഡവേഗ വിഷവീര്യമവേക്ഷ്യതേന ദുഷ്ടാനധിം ച ഖലസംയമനാവതാര കൃഷ്ണകദംബമതിരോഹ്യ തദോദിതുംഗം ആസ്ഫോട്യമാണരശന വിഷാദേഹേ. എന്താണ് കാളിയൻ വിചാരിച്ചു? ഭഗവാൻ വിചാരിച്ചു ഈ ഹൃദത്തിൽ ചണ്ഡവേഗ വിഷവീര്യം, അത്യുഗ്രമായ വിഷജ്വാലയോടുകൂടിയ പരാക്രമത്തോടുകൂടിയ കാളിയനെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റണമെന്ന് വിചാരിച്ചിട്ട് ഉടനെ ഭഗവാൻ എന്തു ചെയ്തു? അവിടെ ഒരു കദംബ വൃക്ഷമുണ്ട്. എല്ലാ വൃക്ഷങ്ങളും വിഷബാധകം കൊണ്ട് നശിച്ചു പോയി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ കടമ്പ് വൃക്ഷത്തിനൊരു കേടും പറ്റിയില്ല. ഭഗവാന്റെ പാദസ്പർശം ഏൽക്കാനൊരു ഭാഗ്യം ആ വൃക്ഷത്തിനുണ്ട്. അതുമാത്രമല്ല, പണ്ട് ഗരുഡൻ അമൃത് കൊണ്ടുവരുന്ന സമയത്ത് ഈ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ഇത്തിരി വെക്കുണ്ടായിത്രേ. അപ്പോൾ ആ അമൃതിൻ്റെ വ്യാപ്തി ആ മരത്തിന് ലഭിച്ചത് കൊണ്ടാണ് ആ മരം മാത്രം അങ്ങനെ പച്ച പിടിച്ച് നിന്നിരുന്നത്. അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഭഗവാൻ അങ്ങോട്ട് കയറി, അങ്ങോട്ട് തൻ്റെ വസ്ത്രമൊക്കെ അങ്ങോട്ട് മുറുക്കി കെട്ടി
അങ്ങനെ ഉഗ്രമായ ശബ്ദത്തിൽ കയ്യങ്ങോട്ട് കൊട്ടിയിട്ട് ആ സ്പോട് അങ്ങനെ ഒരൊറ്റ ചാട്ടാണ് ആ വെള്ളത്തിലേക്ക്. ആ ചാടിയപ്പോൾ ആ 3 ലോകത്തിൻ്റെ ഭാരം വഹിക്കുന്നവനായ ഭഗവാന്റെ ആ ശക്തിയാൽ ആ തടിനി ജഡതി സ്ഫുടഘോഷവതി, ഒരു വിൽപ്പാടകലത്തോളം ഈ നദിയിലെ ജലം ഉയർന്നു പൊങ്ങിപ്പോയി എന്നാണ്. എന്നാൽ ഭഗവാനോ ഇതൊക്കെ ഇങ്ങനെ ചാടിയെങ്കിലും ചാടിയ ഉടനെ എന്താ ഭഗവാൻ തോന്നി? തസ്യ ഹൃദേ വിഹരതോ ഭുജദണ്ഡഘോര വാർഘോഷമംഗ വരവാരണ വിക്രമസ്യ. എങ്ങനെയാണ് ഈ 6 വയസ്സായിട്ടുള്ള ബാലൻ ആ വെള്ളത്തിൽ മത്തഗജം കളിക്കുന്ന പോലെയാണ് നീന്തി നീന്തി, മാത്രമല്ല വെള്ളത്തിൽ ഇങ്ങനെ അത്യുച്ചത്തിൽ അടിച്ചിട്ടാണ് വരണത്. അപ്പോൾ ആ ഹൃദയത്തിൽ കഴിയുന്ന കാളിയന് ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ അലയടികൾ ഇങ്ങനെ വരികയാണ്, വെള്ളം പൊങ്ങണതും കാണുക, ഭയങ്കരമായിട്ടുള്ള ശബ്ദവും കേൾക്കുകയാണ്. എന്താ അത് എന്ന് വിചാരിച്ചൊന്ന് പൊങ്ങി നോക്കി. എന്താണ് നോക്കിയപ്പോൾ ഒരു ചെറു ബാലനാണ് വരുന്നത്. ആ വരുന്നത് കണ്ടപ്പോൾ മൂപ്പർക്ക് എന്താ ജ്വലദക്ഷി പരീക്ഷരതുഗ്രവിഷ ശ്വസനോഷ്മഭരസമഹാഭുജഗ. എന്തു ചെയ്തു? കണ്ണുകളിൽ നിന്നൊക്കെ തീ പാറുകയാണ്, മാത്രമല്ല വിഷജ്വാലകൾ ഇങ്ങനെ തുപ്പിയിട്ട് ആ കാളിയൻ ഇങ്ങോട്ട് വരികയാണ്. വന്നിട്ട് ആ ബാലൻ്റെ അടുത്ത് എന്തു ചെയ്തു? പരിദംശ്യഭവൻ അനന്തബലം, അനന്തവീര്യനായിട്ടുള്ള ഭഗവാനെ അങ്ങോട്ട് ചുറ്റി, മാത്രമല്ല മർമ്മസ്ഥാനങ്ങളിലൊക്കെ കടിക്കുകയും ചെയ്തു. അങ്ങനെ ചുറ്റി ആ മർമ്മസ്ഥാനം കടിച്ചു. ഇതൊക്കെ ചെയ്തു. എന്താ ഈ കാളിയൻ്റെ ഒരു ദുരിതം? എന്നാൽ ആ കാളിയന് ഈ ഭഗവാന്റെ സ്പർശം ഉണ്ടാവാനൊരു ഭാഗ്യം ഉണ്ടായില്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ആ കാളിയൻ്റെ ഭണത്തിലിങ്ങനെ ചുറ്റലിലിങ്ങനെ അനങ്ങാതെ നിശ്ചേഷ്ടനായിട്ട് നിൽക്കുകയാണ് ഭഗവാൻ. അനങ്ങണില്ല, ചെറിയ കുട്ടികളെ കാണൂല്ല. എന്നാൽ ഈ ഭഗവാൻ ഇവരെ ആ വിഷം വീരിയിരിക്കുന്ന ആൾക്കാരെ, ആ കുട്ടികളെ ആലോകനേനാമൃതവർഷിണാശു സഞ്ജീവയാമാസ സരോജനേത്ര, താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ അവരെയൊക്കെ ജീവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജീവിപ്പിച്ച് എണീറ്റപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. എന്താണ്? ഗോവിന്ദ അനുഗ്രഹേക്ഷിതം, ഹായ് ഗോവിന്ദൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ രക്ഷിച്ചത്. അവർ പറയാണ് രോമാഞ്ചോയം സർവതോ ന ശരീരേ. അതോ കണ്ടു, എന്തൊരു രോമാഞ്ച നിങ്ങളുടെ ശരീരത്തിലൊക്കെ. കാചിത ആനന്ദമൂർച്ഛ, ഉള്ളിലാകട്ടെ അനന്ത അനുഭവമാണ്. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആ ഗോപകുമാരന്മാരും ഗോക്കളും കൃഷ്ണനെ കാണാതെ ആ ബന്ധനത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ആ കൃഷ്ണനെ കണ്ടപ്പോൾ അവർക്കാകെ സങ്കടമായി. തങ്ങൾക്ക് ആകെ ഒരു നാഥനുള്ളതാണ്, എന്തു വന്നാലും ആ കൃഷ്ണനെയാണ് അവർ ആശ്രയിക്കാറ്. ആ കൃഷ്ണനെ കാണാതിരുന്നപ്പോൾ ഇവർക്കാകെ ബന്ധനത്തിൽ നിന്ന് മുക്തനായി വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ നാഥനില്ലാത്ത ഞങ്ങളെ ഇനി ആര് സംരക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് അവരവിടെ നിന്നിങ്ങനെ കണ്ണുനീര് വാർക്കാൻ തുടങ്ങി. ആ സമയത്തോ അധവ്രജേ മഹോത്പാദ ത്രിവിധാഹ്യതിദാരുണാഃ ഉത്പേതുർ ഭുവി ദിവി ആത്മനി ആസന്നഭയശങ്കിതഃ. എന്താ? ആ വ്രജത്തിൽ ഗോകുലത്തിൽ ഈ സമയത്ത് ആകാശത്തും ഭൂമിയിലും ശരീരത്തിലുമൊക്കെ ഓരോ ദുശ്ശകനങ്ങൾ, ദുർനിമിത്തങ്ങൾ കാണുകയാണ്. ആകാശത്തിൽ നിന്ന് ഭൂമിയിലാകെ ഭൂചലന, ഭൂമി ഇങ്ങനെ കുലുങ്ങുക, ആകാശത്തു നിന്ന് കൊള്ളിമീൻ വീഴുക, പുരുഷന്മാരുടെയൊക്കെ ഇടതുഭാഗം ഇങ്ങനെ വിറയ്ക്കുക, എല്ലാ ഗോപന്മാരുടെയും. അപ്പോൾ ശാസ്ത്രവിധി പ്രകാരം അവരൊക്കെ വിശ്വസിക്കണോ ഇതൊക്കെ ഓരോ ദുർനിമിത്തങ്ങളാണ്, എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട് എന്ന്. അങ്ങനെ അവർക്ക് ആകെ പരിഭ്രമമായി. എന്തായിരിക്കും ഇതിന് കാരണം എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ബലരാമനെ കൂടാതെയാണ് കൃഷ്ണൻ ഇന്ന് കാലിമേക്കാൻ പോയിരിക്കുന്നതെന്ന്. അത് കണ്ടപ്പോൾ അവർക്ക് പരിഭ്രമമായി. അവർ കൃഷ്ണചിത്തന്മാരാണ് ഗോപന്മാർ മുഴുവൻ. നന്ദഗോപർക്ക് മാത്രമല്ല, യശോദാദേവിക്ക് മാത്രമല്ല സങ്കടം, ആ ഗോകുലത്തിലുണ്ടായിരുന്ന എല്ലാ ഗോപന്മാരും. സാധാരണ കൃഷ്ണൻ കാലിമേക്കാൻ പോകുന്ന സമയത്ത് എല്ലാ ഗോപികമാരും ഇവിടെ വരും, കൃഷ്ണൻ്റെ വീട്ടിൽ വരും. അവരിങ്ങനെ ഒരുമിച്ച് പോണത് കാണും. വരുമ്പോഴും ആ കൃഷ്ണൻ്റെ യശോദാദേവിയുടെ നന്ദഗോപുര വീടിനോട് വന്ന് നിൽക്കും. തൻ്റെ മക്കൾ വരുന്നതിനൊപ്പം കൃഷ്ണനെ കാണാൻ അവരൊക്കെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ആ കൃഷ്ണമയനുമായിട്ട് ജീവിക്കുന്ന ആ ഗോപന്മാർക്കും ഗോപികമാർക്കും നന്ദഗോപർക്കും യശോദയ്ക്കൊക്കെ വിഷമായി. എന്താ കൃഷ്ണന് വല്ല ആപത്തും സംഭവിച്ചിരിക്കുമോന്ന്. എന്താ ഈ പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ ചരിത്രം കണ്ടിട്ടുള്ള അവർക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അവർ ആ പരമാത്മ സ്വരൂപൻ്റെ മഹത്വമൊക്കെ മറന്നുപോയിരുന്നു. എന്താ കാരണം?
അതിസ്നേഹ അനിഷ്ടശങ്കീന, അമിതമായ സ്നേഹം സാധാരണ ആൾക്കാരുള്ള അനിഷ്ട ശങ്ക ഉണ്ടാവും എന്നാണ്. അങ്ങനെ ആ ഗോപന്മാരെല്ലാവരും ആബാലവൃദ്ധാവധി ജനാഹ, ആ ഗോകുലത്തിലുണ്ടായിരുന്ന എല്ലാ ജനങ്ങളും, വൃദ്ധരും ചെറുപ്പക്കാരും കുട്ടികളും ഗോപികമാരും എല്ലാവരും ആ കൃഷ്ണൻ എവിടെയാണെന്ന് അറിയാനായിട്ട് പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ പുറപ്പെട്ടപ്പോൾ ഗൂഢായിട്ട് നിന്ന് ചിരിക്കുകയാണ് ബലരാമൻ. എന്താ ബലരാമൻ ചിരിക്കുന്നത്? ഇവർക്കറിയോ കൃഷ്ണൻ്റെ മഹത്വം എന്താണ്? പരമാത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ ആർക്ക് എന്തു ചെയ്യാനാണ് സാധിക്കുക? ഈ ബലരാമനും പരിപൂർണ ആത്മസ്വരൂപം തന്നെയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ഇവരൊക്കെ ആ ഭഗവാന്റെ ഒരു ഉത്സവം കാണാൻ നദീതീരത്ത് എത്തണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഭഗവാൻ മെല്ലെ ഒന്ന് ചിരിച്ചത്. ഒന്നും പറഞ്ഞില്ല അവരോടൊപ്പം ബലരാമനും പോയി. അങ്ങനെ അവർ സഞ്ചരിച്ച് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഏതിലാവും കൃഷ്ണൻ പോയിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച് അവർ ആ ഗോക്കളുടെയും കൃഷ്ണൻ്റെയൊക്കെ കാലടിപ്പാട് നോക്കി. എന്താ കൃഷ്ണൻ്റെ കാലടിപ്പാടിനുള്ള പ്രത്യേകത? ആ ഭഗവാന് തത്ര അബ്ജ യവ അങ്കുശ അശനി ധ്വജോപപന്നാനി പദാനി വിഷ്പദേ. ലോകനാഥനായിരിക്കുന്ന ആ ഭഗവാന്റെ കാലിൽ അടിയിൽ യവം അങ്കുശം താമര മുതലായിട്ടുള്ള ചിഹ്നങ്ങളോടാണ് ആ മണല്. അപ്പോൾ ഈ മണലിലെങ്ങനെയാണ് ഈ ചിഹ്നങ്ങളിങ്ങനെ തെളിഞ്ഞു കിടക്കുക? മണലിലൊക്കെ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ ഒക്കെ ഇങ്ങനെ കിടക്കില്ലല്ലോ അടയാളം. പക്ഷേ കാറ്റ് പോലും അതിനെ വലം വെച്ചിട്ടാണ് വീശിയിരുന്നതാണ്. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാദിവായിസ്തധാന്യേ യദ്ഭീതാ പത്മജാദ്യാ പുനരുചിതബലേൻ ആഹരന്തേനു കാലം. തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കണം, മദ്ഭയാത് ഭാദിവാ തോയം മദ്ഭയ തപതി സൂര്യ. ഇപ്പം സൂര്യൻ ഉദിക്കുന്നതും വായു വീശുന്നതും ബ്രഹ്മാവാദികളായിരിക്കുന്ന ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാർ പോലും അവരവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് ഭഗവാനെ ആദരിച്ചിട്ട്. ഭയം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദരവ്, ബഹുമാനം ആദരവുള്ളിടത്തേ ഭയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ആദരവോട് കൂടിയിട്ടാണ്, ഭഗവാന്റെ ഹിതമനുസരിച്ചാണ് വായു പോലും വീശുന്നത്, സൂര്യൻ പോലും ഉദിക്കുന്നത്. അങ്ങനെയുള്ള ആ കാലടിപ്പാടുകൾ, ഭൂമിയിൽ ഓരോ കാലടിപ്പാടുകളിലും ഭഗവാൻ ഇങ്ങനെ വെക്കുമ്പോൾ കഞ്ചുകിതയായിട്ട് ഭൂമിദേവി അതൊക്കെ അവിടെ തന്നെ സൂക്ഷിച്ചു വയ്ക്കുകയെന്ന്, ആരും സ്പർശിക്കാതിരിക്കാൻ എന്നാണ് പറയണത്. അത് കാറ്റുപോലും അതിനെ വലം വെച്ചിട്ടാ വീശുകയെന്ന്. അങ്ങനെയുള്ള ആ കാലടിപ്പാട് നോക്കി ഇങ്ങനെ ചെന്നപ്പോൾ അകലെ വെച്ച് തന്നെ കണ്ടു ആ കാളിയൻ്റെ ഇതുകൊണ്ട് ചുറ്റിയിരിക്കുന്ന ആ ഭഗവാന്റെ ഇവർക്കാകെ സ്തബ്ധരായിപ്പോയി. അകലെന്ന് കണ്ടപ്പോൾ തന്നെ ഭയമായി. എന്താ ഈ കൃഷ്ണൻ എന്താ സംഭവിക്കുക? കൃഷ്ണനില്ല എന്ന് വെച്ചാൽ കൃഷ്ണൻ ഈ പാമ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷ നേടാനാണ്? ഭഗവാനില്ലെങ്കിൽ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കണത് എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം. എല്ലാ ഗോപന്മാരും എല്ലാവരും ഈ കൃഷ്ണനില്ലാത്ത ലോകത്തിൽ നമുക്ക് ജീവിക്കണ്ട എന്നും പറഞ്ഞ് ആ കാളിന്തിയിലേക്ക് ചാടി പോവാൻ തീരുമാനിച്ചു. ജീവൻ അങ്ങോട്ട് ഉപേക്ഷിക്കാമെന്നോട് തീരുമാനിച്ചു. അതങ്ങോട്ട് കണ്ടപ്പോൾ ബലരാമൻ പറഞ്ഞു, എന്താ ഈ കൃഷ്ണൻ എന്തെല്ലാം മഹത്വം ഉള്ള ആളാണ്. നമ്മുടെ വ്രജത്തിലെ എത്ര അസുരന്മാരെ, അഘാസുരൻ, വികാസുരൻ ഇവരെയൊക്കെ നശിപ്പിച്ചിട്ടുള്ള ഈ കൃഷ്ണനെ, ഈ കാളിയൻ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും പറ്റില്ല. ആ കാളിയനെ അവിടെ ജയിച്ചിട്ട് കൃഷ്ണൻ ഇവിടേക്ക് തിരിച്ചു വരും എന്ന് ബലരാമൻ പറഞ്ഞു. അങ്ങനെ ആ ബലരാമൻ്റെ വാക്ക് കേട്ടിട്ട് ഒരുവിധം ആശ്വാസമായിട്ട് അവരടങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവരെല്ലാവരും തന്നെക്കുറിച്ച്, ഗോപസ്ത്രീകൾക്കാണെങ്കിൽ സർവം കൃഷ്ണനാണ്. അവർ പശുക്കളെ കറക്കുമ്പോഴും കൃഷ്ണൻ, എല്ലാ ഗൃഹകൃത്യങ്ങൾ ചെയ്യുമ്പോഴും ഗോവിന്ദ ദാമോദര മാധവേദി ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നവരാണ് ഗോപസ്ത്രീകൾ. അവർക്കും ഈ കൃഷ്ണനെ ഇപ്പോൾ അവരുടെ പ്രാണൻ പോകുന്ന സങ്കടമായി. ഓരോരുത്തർക്കും എല്ലാവർക്കും അവരുടെ സ്വന്തം കൃഷ്ണനാണ്, നന്ദഗോപര പുത്രനല്ല. അവരുടെ എന്താ കാരണം? സാക്ഷാൽ ബ്രഹ്മമാണല്ലോ. അപ്പോൾ ആ പ്രേമം, ആ സ്നേഹം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഈ ഗോപന്മാരൊക്കെ ആശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാവരും തന്നെ വിചാരിച്ച് വിഷമിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ എന്തു ചെയ്തു? ആ സർപ്പത്തിൻ്റെ മുകളിൽ നിന്ന്, ആ ചുറ്റലിൽ നിന്ന് പെട്ടെന്ന് ഭഗവാൻ തൻ്റെ അതിഭാരം കൊണ്ട് വർദ്ധിപ്പിച്ചു എന്നാണ്. അപ്പോൾ ആ ചുറ്റിൽ, ആ പാമ്പിൻ്റെ
ശിരസ്സൊഴികെയുള്ള ബാക്കി ഭാഗങ്ങളാണല്ലോ ചുറ്റിയത്. അതൊക്കെ അങ്ങനെ ആ ഭാരം സഹിക്കവയ്യാതെ ആ സർപ്പം അങ്ങോട്ട് ഭയപ്പെട്ടു, വേദനിച്ചു. അതിൽ നിന്ന് ആ ഭഗവാന് ഒരേ സമയത്ത് ചെറുതാവാനാവും, ഒരേ സമയത്ത് വലുതാവാനും സാധിക്കും. അണോരണീയാൻ മഹതോ മഹീയാൻ എന്നാണ് പറയുക. അപ്പോൾ വലിയ വെച്ചിട്ട് ഏറ്റവും ചെറുതാവാനും വലുതിൽ വെച്ച് ഏറ്റവും വലുതാവാനും സ്ഥൂല സൂക്ഷ്മ ശരീരനാണല്ലോ ഭഗവാൻ. അങ്ങനെ ആ ഫണങ്ങളിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് പൊന്തി വന്നു, പുഞ്ചിരിച്ചുകൊണ്ട്. ഹാസജുഷ, പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാനോട് പൊന്തി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന് നേരെ ഇപ്പോൾ കാളിയൻ്റെ ശരീരാകെ ബലം ഭഗവാന്റെ ഭാരം കൊണ്ട് വേദനിച്ചെങ്കിലും വളരെ ക്രോധത്തോടുകൂടി ഫണങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടെ നിന്നു. ഭഗവാനാകട്ടെ ഗരുഡനെ പോലെ ആ കാളിയൻ്റെ ചുറ്റുപാടിങ്ങനെ ചുറ്റാൻ തുടങ്ങി. അങ്ങനെ ആ കാളിയനെ ചുറ്റി 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 കുറേ കഴിഞ്ഞപ്പോൾ ഈ കാളിയൻ്റെ പ്രാണ മന ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തി കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഭഗവാൻ ആ കാളിയൻ്റെ വാൽ പിടിച്ച് ഭഗവാൻ ആ കാളിയൻ്റെ ശിരസ്സിൽ അങ്ങോട്ട് കയറിയെന്നാണ്. കയറിയിട്ട് എന്ത് ചെയ്തു? നൃത്തം ചെയ്തു എന്നാണ്. ഏവം പരിഭ്രമഹദൗജസമുന്നതാംസം ആനമ്യ തത്പൃതുശിരസ്വതിരൂഢ ആദ്യ തന്മൂർധരത്നനികര സ്പർശിത താമ്ര പാദാംബുജോഖില കല ആദിഗുരുർനനർത്ത. സകല വിദ്യകളുടെയും ആദി ഗുരുവായിരിക്കുന്ന ഭഗവാൻ ആ സർപ്പത്തിൻ്റെ ശിരസ്സിലങ്ങോട്ട് കയറിയിട്ട് നിന്നു, നർത്തനം ചെയ്യാൻ തയ്യാറായിട്ട് നിന്നു. ഈ സംസാരത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഇതുപോലെയുള്ള ഘോര കാളിയനെ പോലെയുള്ള ദുസ്വഭാവങ്ങളുണ്ട്. ഈ കാളിയന് എന്താ പ്രത്യേകത? പൂതന, ശകടാസുരൻ മറ്റവരെയൊക്കെ കൊന്നയിൽ കാമക്രോധ ലോഭങ്ങളെയൊക്കെ നശിപ്പിച്ചു എന്നാണ് ആ കഥകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാളിയൻ എന്താ ഒരു ഇതുള്ളത്? ഗർവ്, അഹംഭാവം. ആരാണ് ഞാൻ? എന്താ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുകയാണ്, എന്ത്? ദംഭോദർപ്പോഭിമാനശ്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദ ആസുരീം. ഈ ആസുരീ സമ്പത്താണ് ദംഭ്, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം എന്നൊക്കെ. അപ്പം ഇതൊക്കെ ഈ ദംഭ്, ഞാനാണ്, എന്നേക്കാൾ കേമൻ ആരാളുള്ളത്? ആണ് ആഢ്യോഭിജനവാനസ്മി കോന്യോസി സദൃശോ മയാ. എന്നേക്കാൾ കേമൻ ആരാളുള്ളത്? ഞാനാണ് ഉന്നത കുലജാതൻ. ഇങ്ങനെ ആ അഹംഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാളിയൻ. ഈ സംസാരത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പെരുമയ്ക്ക് വേണ്ടിയിട്ടും കർമ്മങ്ങൾ ചെയ്തിട്ട് ഞാനാണിതൊക്കെ ചെയ്തതെന്ന് കാണിക്കാനായിട്ട് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഈ കാളിയൻ്റെ പോലെ ഗർവുള്ള ധാരാളം ആൾക്കാർ ഈ സംസാരത്തിലുണ്ട്. അവരെയൊക്കെ ഭഗവാൻ ഇതുപോലെ നട്ടം തിരിക്കും എന്നാണ്. എങ്ങനെ നട്ടം തിരിക്കും? താനഹം ദ്വിഷതക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജശ്രമസുരാൻ ആസുരീഷ്വേവയോനിഷു. ഇങ്ങനെ സഹജീവികളെ ഉപദ്രവിക്കുന്നവരായിരിക്കുന്ന ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെ ഈ കാളിയൻ എന്താ ചെയ്തിരുന്നത്? തൻ്റെ ബലം കാണിച്ചിട്ട് എല്ലാവരെയും വിഷമിപ്പിക്കുക ചെയ്തത്, വൃന്ദാവനവാസികളെയും എല്ലാവരെയും വിഷമിപ്പിക്കുക ചെയ്തത്. അതുപോലെ തൻ്റെ സഹജീവികളെ ഉപദ്രവിക്കുന്ന കഠോരം ബുദ്ധിയായിരിക്കുന്ന ക്രൂരബുദ്ധികളായിരിക്കുന്ന ജനങ്ങളെ ഭഗവാൻ എന്ത് ചെയ്യുന്നാണ് പറയണത്? സംസാരേഷു, ഈ സംസാരത്തിൽ അജശ്രം അശുഭാൻ ആസുരീഷു യോനിഷു, അശുഭങ്ങളായിരിക്കുന്ന ആസുരീ യോനികളിൽ ജനിക്കുക മരിക്കുക എന്നിങ്ങനെയുള്ള ഈ ആവർത്തനമായിട്ട് അവരെ അങ്ങനെ നട്ടം തിരിക്കും. എന്തായാലും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കും. പക്ഷേ ഈ ക്രൂരമായിട്ടുള്ള മനസ്സിനെ സമാധാനമായി നല്ല ഹൃദയമായി സംശുദ്ധമായി തീരുന്നത് വരെ ഇങ്ങനെ നട്ടം തിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ? അവർക്ക് ഈ ഭഗവാന്റെ മഹത്വം അറിയില്ല. അതുകൊണ്ട് അവർക്ക് ഗച്ഛന്ത്യ പുനരാവൃത്തിം, അതാണ് അങ്ങോട്ട് പോവുക, അവിടുത്തെ സത്കർമ്മങ്ങൾ വല്ലതും ചെയ്യുന്ന, അത് കഴിഞ്ഞാൽ വീണ്ടും ദുഷ്കർമ്മങ്ങൾ അനുഭവിക്കുക, അങ്ങോട്ട് വരിക, ഇങ്ങനെ പുനരാവർത്തി അനുഭവിക്കേണ്ടി വരും എന്ന് കാണിച്ചു തരാണ് ഈ കാളിയനിലൂടെ. അങ്ങനെ കാളിയൻ്റെ മുകളിൽ ആദിഗുരുവായിരിക്കുന്ന സകല കലകളുടെയും ആദിഗുരുവായിരിക്കുന്ന ഭഗവാൻ നനർത്ത, നൃത്തം ചെയ്തു.
രുചിരകമ്പിത കുണ്ടല മണ്ഡല സുചിരമീശ നനർത്തിത പന്നകേ. അങ്ങനെ ആ ഭഗവാൻ ആ കാളിയൻ്റെ ഭണത്തിൽ മേലിങ്ങനെ നമ്മൾക്കിങ്ങനെ ഓരോ സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരും, കാമം ക്രോധം ഒക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെയാണ് ഈ തലകളെ. അനേകം 1000 ഭണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഈ കാളിയന്. ഈ ഭണങ്ങളിലൊക്കെ ഭഗവാൻ ഒരു ഭണങ്ങൾ ചവിട്ടും, അപ്പോൾ മറ്റേ ഭണങ്ങളെ പുല്ലും. നമതി യദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തതുന്നതമുന്നതം. ഒരു ഭണത്തിൽ ഭഗവാൻ കാല് വയ്ക്കുമ്പോൾ മറ്റേ ഭണം പൊന്തും, അപ്പോൾ അത് ചവിട്ടും, അപ്പോൾ അത് വിട്ടും. അതാണ് നമ്മുടെ മനസ്സിൽ ഏതേത് ദുർവിചാരങ്ങൾ വരുന്നുണ്ടോ അതിനെയൊക്കെ ഭഗവാൻ നശിപ്പിക്കും. ഭക്തനായിരിക്കുന്ന ആ മഹാബലിയെ, ഇത്തിരി അഹംഭാവമുള്ളത് കൊണ്ട് ആ മഹാബലിയെ കുറേ നേരം വിഷമിപ്പിച്ചില്ലേ? ആ അവസാനം എന്താ കൊടുത്തത്? തൻ്റെ തന്നെ 14 ലോകങ്ങൾ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള സുതലത്തിലേക്കാണ് പറഞ്ഞയച്ചത് മഹാബലിയെ. ഇതുപോലെ എത്ര കഷ്ടപ്പെടുത്തിയാലും ദുഃഖങ്ങൾ അനുഭവിച്ചാലും മനസ്സ് പൊതുവേ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള വഴി ഭഗവാൻ തന്നെ തരും. അങ്ങനെ ഈ കാളിയൻ്റെ ഓരോ ഭണങ്ങളിലും ഭഗവാൻ നൃത്തം ചെയ്യണം. രംഗായമാണേ ഭണചക്രവാളേ. ഈ ഭണചക്രവാളങ്ങൾ ഈ സർപ്പത്തിൻ്റെ പത്തികളിൻ്റെ മുകളിൽ ഭഗവാൻ ഇങ്ങനെ ചവിട്ടുമ്പോൾ അതൊരു സ്റ്റേജായിട്ട് സങ്കല്പിക്കുകയാണ് ഒരു കവി. എന്താ, ഈ ഭണങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന രത്നങ്ങളുടെ ശോഭയുണ്ടല്ലോ, ആ ശോഭ ആണ് സ്റ്റേജിലത്തെ ലൈറ്റുകൾ. അങ്ങനെ ആ സ്റ്റേജിൽ നല്ല നല്ല പച്ച നീല നവരത്നങ്ങളുടെ കളറോട് കൂടിയിട്ടുള്ള ആ ശോഭയോട് കൂടിയിട്ട് നല്ല ഒരു സ്റ്റേജിൽ എങ്ങനെയാണോ ഒരു നർത്തകൻ അധനർത്തക നർത്ത മധുര നൃത്യദസോ ഭണഭംക്തിഷു, ആ ഭണഭംക്തികളിൽ ഒരു നർത്തകനെ പോലെയാണ് ഭഗവാൻ ആ കാളിയ ഭണങ്ങളിൽ നർത്തനം ചെയ്തത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നർത്തനം ചെയ്ത ആ ഭഗവാന് നമ്മളെയും ഇങ്ങനെ നട്ടം തിരിക്കും. ദുഃഖങ്ങൾ പല പല ദുഃഖങ്ങളും നമ്മൾക്ക് തരും, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ വർദ്ധിക്കും. ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് നേടാൻ, അത് കിട്ടാനായിട്ട് ആരാണോ തടസ്സം നിൽക്കുന്നത് അവരോട് ദേഷ്യം തോന്നും. ഇങ്ങനെ ഓരോന്ന് ഈ ഭണങ്ങളൊക്കെ അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മളെ എന്താ പറയുക, ആ അഹങ്കാരങ്ങളും കാമങ്ങളും ക്രോധങ്ങളും ദർപ്പങ്ങളും ഒക്കെ അടക്കി 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 ഒരു പരുവത്തിലാക്കി തീരുമ്പോൾ മനസ്സ് സംശുദ്ധാവും. അങ്ങനെ സംശുദ്ധാവുമ്പോൾ ഭഗവാൻ അവരെ തൻ്റെ കാൽക്കലേക്ക് എത്തിക്കും എന്നാണ്. ഇങ്ങനെ ഈ കാളിയൻ ഇങ്ങനെ വളരെ വിഷമിച്ച് ആ ഭഗവാന്റെ ഓരോ പാദസ്പർശനം, എന്താ ലോകഗുരു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും നാഥനാണ്. കാണുമ്പോൾ ചെറിയ ബാലനാണെങ്കിലും ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവാനാണ് ഓരോ ഭണങ്ങളും ഇങ്ങനെ ചവിട്ടുന്നത്. ആ ചവിട്ടുന്നത് കണ്ടപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ കാളിയന് ആകെ ക്ഷീണായി, തളർച്ചയായി. ആ ഭണങ്ങളുടെ ഇങ്ങനെ പൊന്തുന്ന ആ ഭാവമൊക്കെ പോയി എന്നർത്ഥം. അപ്പോൾ ഈ ഭഗവത് ഭക്തി ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവാനുള്ള സാഹചര്യം ഭഗവാൻ തന്നെ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ദുഷ്പ്രേരണകളൊക്കെ, നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്നറിയോ? ഭക്തി പ്രതിഷ്ഠയ്ക്കുരചിച്ചതാം എൻ ഉൾക്കാമ്പിലിന്നും വിലസുന്നതിപ്പോൾ. നമ്മുടെ മനസ്സ് ഭഗവത് ഭക്തിക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണോ ഇവിടേക്ക് ഭഗവാൻ ബ്രഹ്മദേവൻ ഓരോ സൃഷ്ടികളെ നടത്തി, ആ സൃഷ്ടികളെയൊക്കെ നടത്തി അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ്. എന്താ കാരണം? ബ്രഹ്മത്തെ അറിയാനുള്ള ആ ബുദ്ധി അവനുള്ളത് കൊണ്ട് ബ്രഹ്മാവിന് ആ മനുഷ്യനെ മുദമാപദേവ എന്നാണ്. ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ബ്രഹ്മത്തെ അറിയാൻ കഴിവുള്ള ബുദ്ധിയുള്ള ആ മനുഷ്യനെ സൃഷ്ടിച്ചവരാണ് ബ്രഹ്മാവിന് സന്തോഷമായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ എല്ലാ ആൾക്കാരുടെയും ഉള്ളിലുള്ള ഈ കാമക്രോധങ്ങളൊക്കെ പോകാനായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ മനസ്സ് ഈശ്വരനിരിക്കേണ്ടതാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാണ്. എല്ലാവരെയും ഹൃദയ അന്തർഭാഗത്ത് അന്തര്യാമിയായി ഇരിക്കേണ്ടവനാണ് ഭഗവാൻ. അന്തര്യാമിയാണെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഉള്ളിൽ മുഴുവൻ എന്താണ്? കാമം, മദം, മോഹം, അസൂയ തൊട്ടമാറാലമൺ തുപ്പലമേധ്യമത്രേ ഭക്തി പ്രതിഷ്ഠയ്ക്കുരചിച്ചതാം. ഉൾക്കാമ്പിൽ നൃത്തം. കാമം, അസൂയ, മാറാല, ഇങ്ങനത്തെ മാറാലകളാണ് ഈ മനസ്സിലൊക്കെ. അപ്പോൾ അതൊക്കെ പോകാൻ എന്ത് വേണം?
ദാ ഈ ഭഗവാൻ വരണം. അതിനെന്ത് വേണം? കാമാദിയം ചണ്ടികളൊക്കെ നീക്കി ദീപം കൊളുത്തി പുതുമാല തൂക്കി ഉൾക്കോവിൽ ചന്തത്തിൽ അലങ്കരിച്ചാൽ ദേഹിൻ വരും ത്വം നികടത്തിൽ ഈശൻ. ഈ കാമാദിയാകുന്ന ചണ്ടികളൊക്കെ മനസ്സിൽ അങ്ങോട്ട് പോകണം. അവിടെ ദീപം കൊളുത്തണം. എന്താണ് ദീപം? ആ പരമാത്മ ചൈതന്യത്തെ അറിഞ്ഞ് ആ ജ്ഞാനമാകുന്ന ദീപമാണ് നമ്മൾ കൊളുത്തേണ്ടത്. ഇങ്ങനെ ആ മനസ്സങ്ങോട്ട് ചന്തത്തിൽ അങ്ങോട്ട് അലങ്കരിച്ചാൽ ഭഗവാൻ വരുന്ന എന്താണ്? ഈ മനസ്സിൽ ഭഗവാൻ ഇരിക്കാനുള്ള ഭഗവാൻ നമ്മുടെ മനസ്സിന് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ചിന്തകളാണ്. ഭഗവാനെ ഭജിക്കണം, ഭഗവാനെ കീർത്തനം ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഏതൊരു ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനാണോ, പ്രാർത്ഥിക്കാനാണോ, ഏതൊരു ഭഗവാന്റെ പാട്ട് പാടാനാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ഇന്ന് വരെ അതെനിക്ക് പാടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഈ പാട്ടൊക്കെ പാടുമ്പോൾ അതിന് താളലയങ്ങളൊക്കെ വേണമല്ലോ. താളലയങ്ങൾ ഇതുവരെ എനിക്ക് എൻ്റെ ഹാർമോണിയത്തിൻ്റെ ആ തന്ത്രികൾ ശരിയായില്ല. വേറെ എന്താ പല 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 പ്രാരബ്ധങ്ങളിലും പെട്ടിട്ട് കീർത്തനം ചെയ്യാനോ ഭഗവാനെ ഭജിക്കാനോ സമയം കിട്ടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ എന്നാലും എൻ്റെ ഹൃദയകുസുമം വികസിച്ചിട്ടുമില്ല. ചുറ്റുപാടിങ്ങനെ വായു ആ ഹൃദയകുസുമത്തും വിടരാനായിട്ട് ചുറ്റുപാടിങ്ങനെ പല പല ഇതുപോലെ സപ്താഹങ്ങളും കഥകൾ പറയുന്നതും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിലും എനിക്കത് കേൾക്കാനോ എൻ്റെ ഹൃദയകുസുമം വികസിക്കാത്തത് കൊണ്ട് അത് കേൾക്കാനോ മനസ്സിലാക്കാനോ എനിക്ക് കഴിയണില്ല. മാത്രമല്ല ഇന്ന് ഈ ഭൂമിയിൽ ഭഗവാന് എൻ്റെ ഹൃദയത്തിലൊരു ഇരിപ്പിടം തയ്യാറാക്കാനാണ് ഞാൻ തയ്യാറായിട്ടിരിക്കുന്നതെങ്കിലും എനിക്കത് ഇതുവരെ തയ്യാറാക്കാൻ പറ്റിയില്ല. ആസനമസ്യ ആരജയതും അവനോ അത്യന്തോ മമ ദിവസോ നീത. 10, 70, 80, 60 എണ്ണൊക്കെ വയസ്സായിട്ടും ഇതുവരെയായിട്ടും ആ ഭഗവാൻ ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം നമ്മുടെ മനസ്സിൽ തയ്യാറാക്കാൻ സാധിച്ചില്ല എന്ന് ഒരു മഹാകവി എഴുതിയിട്ടുള്ളതാണ് ആ തത്വം. അപ്പം ഇവിടെ ഈ കാളിയ ഭണങ്ങളിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ഓരോ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ അടക്കിയിട്ട് ഭഗവാൻ നമ്മുടെ ശിരസിൽ നൃത്തം ചെയ്യണം. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വരണം. വന്നാലേ ഈ കാളിയനെ പോലെ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളൊക്കെ തീരൂ. കാളിയനാകെ ഭണങ്ങളൊക്കെ തളർന്നു, ശക്തി ക്ഷയിച്ചു. ഇതുവരെ ആ കൃഷ്ണൻ ഇങ്ങനെ വന്നപ്പോൾ തൻ്റെ കണ്ണുകളിൽ നിന്നൊക്കെ തീക്കട്ട പാർന്ന പോലെ വിഷജ്വാലകളാണ് വന്നിരുന്നത്. ഒന്നുമില്ല, അപ്പം ആകെ തളർന്നു വയ്യാതെയായി. അങ്ങനെ വയ്യാതെ ആയപ്പോഴോ ആകെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ രക്തം പ്രവഹിക്കാൻ തുടങ്ങി. ത്വദവഭഗ്ന വിഭോഗ്ന ഭണാഗണേ ഗളിത ശോണിത ശോണിത പാദസേ. ആ ജലത്തിൽ ആ കാളിയൻ്റെ ഭണങ്ങളിൽ നിന്ന് ആ മൂക്കിൽ ദ്വാരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ആ രക്തം പ്രവഹിച്ചു തുടങ്ങി. വയ്യാതെയായി. അങ്ങനെ കണ്ടപ്പോൾ ഈ ഭണിപതിയായിരിക്കുന്ന ആ കാളിയൻ ഇങ്ങനെ ക്ഷീണിച്ചത് കണ്ടപ്പോൾ ആ നാഗപത്നിമാർക്ക് സഹിച്ചില്ല. അവരുടെ ഭർത്താവാണല്ലോ. അപ്പോൾ അവർ വന്ന് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പോൾ സ്തുതിക്കുമ്പോൾ ഈ ഭഗവാൻ ഇത്തിരി ദേഷ്യപ്പെട്ടാണല്ലോ നിൽക്കുന്നത്. ഈ ഗർവമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഈ കാളിയനോട് ഇത്തിരി ദേഷ്യമുണ്ട് എന്ന് തോന്നി ഇവർക്ക്. അപ്പോൾ അവർ ആദ്യം എന്ത് ചെയ്തു? ദേഷ്യം വന്നിരിക്കുന്ന അവരോട് ഒരാളോട് ആദ്യം നമ്മൾ എന്തെങ്കിലും സ്തുതിക്കണമെങ്കിൽ ആ ദേഷ്യം മാറ്റണം. അതുകൊണ്ട് അവർ പറയാണ് ഭഗവാനോട്, ന്യായോഹിദണ്ഡ കൃതകിൽബിഷേസ്മിൻ തവാവതാരഖല നിഗ്രഹായ രിവോസു താനാമവിതുല്യദൃഷ്ടേ ഹസ്സേദമം ഫലമേവാനുശംസൻ. അങ്ങ് ഈ കാളിയൻ്റെ ശിരസിൽ നടത്തിയ ഈ ദണ്ഡം, ഈ എന്താ പറയുക ശിക്ഷ, അത് വളരെ ന്യായം തന്നെയാണ്. ആരെങ്കിലും ഇങ്ങനെ പറയോ? അവർ പറയാണ് അങ്ങ് ചെയ്തിട്ടുള്ള ഈ കാളിയന് കൊടുത്തുള്ള ഈ ശിക്ഷ വളരെ ന്യായമായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇവൻ സാധാരണക്കാരനല്ല. ഈ വൃന്ദാവനവാസികളെയും ഈ സമീപത്ത് പോകുന്ന ആൾക്കാരെയൊക്കെ ഇവൻ ഉപദ്രവിച്ചു. മാത്രമല്ല അഖില ഗുരുവായിരിക്കുന്ന ജഗത് നിയന്താവായിരിക്കുന്ന അങ്ങയുടെ ശരീരത്തെയാണ് അവൻ കടിച്ചതും ചുറ്റിയതും. ഇത്രയും വലിയ പാതകം ആരാ ചെയ്യുക? അതുകൊണ്ട് അങ്ങ് ഇവന് കൊടുത്ത ശിക്ഷ വളരെ ശരിയാണ് എന്നാണ് അവരാദ്യം പറഞ്ഞത്. മാത്രമല്ല അങ്ങ് അവതരിച്ചിരിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. എന്തിനാ ഭഗവാൻ ജനിച്ചിരിക്കുന്നത്? സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്,
സാധൂനാം സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ദുർജനങ്ങളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഖലനിഗ്രഹായ, ദുഷ്ടനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അങ്ങ് അവതരിച്ചിരിക്കുന്നത്. ഇവനൊരു ദുഷ്ടനാണ്, മഹാപാപിയാണ്. എന്താ ഇവന് ചെയ്ത തെറ്റുകളൊക്കെ എത്ര 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 ആൾക്കാരെ ഉപദ്രവിച്ചു. അതുകൊണ്ട് ഭഗവാനെ ഇവനിൽ അങ്ങ് പ്രയോഗിച്ചത് അവതാരം അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ്? ദുഷ്ടരെ നിഗ്രഹിക്കാനും ശിഷ്ടരെ രക്ഷിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങ് ഇവന് കൊടുത്തുള്ള ശിക്ഷ ഞങ്ങൾക്ക് അനുഗ്രഹം കൂടിയാണ് എന്ന് പറയണം. അതാണ് പറയണത്. എടുത്തത് അനുഗ്രഹോയം ഭവതകൃതോഹിനോ ദണ്ഡോ സതാം തേ ഖലു കദ്മഷാപഹ യന്തശൂകം ശൂകത്വം അമുഷ്യദേഹിന ക്രോധോപിതേ അനുഗ്രഹ ഏവ സമ്മത. ഇപ്പോൾ ഇവനിൽ അങ്ങ് കൊടുത്ത ശിക്ഷ അത് അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താ കാരണം? അങ്ങയുടെ ശിക്ഷ അസജ്ജനങ്ങൾക്ക്, സജ്ജനങ്ങളല്ലാത്തവർക്ക്, ദുർജനങ്ങൾക്ക്, അവർക്കൊക്കെ അവരുടെ ഉള്ളിലുള്ള കന്മഷത്തെ, മാലിന്യത്തെ, ദുസ്വഭാവങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങിങ്ങനെ ദണ്ഡം ചെയ്യുന്നത്. കാരണം ഇവൻ ഒരു സാധാരണ സ്വഭാവക്കാരനല്ല, ക്രൂര സർപ്പമാണ്. ദന്തശൂകത്വം ഒരു സർപ്പഭാവത്തിൽ വന്നിട്ട് ആ ദേഹികളെയൊക്കെ ഉപദ്രവിച്ചു. എങ്കിലും ഇവൻ അങ്ങ് കൊടുത്തത് അനുഗ്രഹമാണ്. കാരണം എന്താണ്? ഈ പാദം, അങ്ങയുടെ ഈ പാദം, ഈ തൃപ്പാദം, എന്താ പാദത്തിൻ്റെ പ്രത്യേകത? പാദാഗ്രം ഭ്രാന്തി മജ്ജത് പ്രണതജന മനോമന്ദരോദ്ധാര കൂർമ്മം. അല്ല, സംസാരമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ ജനങ്ങളെ മുഴുവൻ ആ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാനുള്ള, വെള്ളത്തിൽ നിന്ന് ഏറ്റവും കയറ്റാനുള്ള ഉറപ്പുള്ള പുറമാണ് ആമയ്ക്ക്. അങ്ങനെ ആ സംസാരത്തിൽ കിടക്കുന്ന നട്ടം തിരിയുന്ന ആൾക്കാരെ ഉദ്ധരിക്കാൻ പര്യാപ്തമായ പാദമാണ് ഭഗവാന്റെ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദം ഇവൻ്റെ ശിരസിൽ വെക്കാൻ എന്തൊരു ഭാഗ്യ ഉണ്ടായത്. തപസ്സു തപ്തം കിമനേന പൂർവം. എന്താ ഈ കാളിയൻ എന്ന് പറഞ്ഞ ഈ സർപ്പം മുമ്പ് എന്തൊരു വലിയ തപസ്സാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവണില്ല ഇവൻ ചെയ്ത പുണ്യം എന്താണെന്ന്. മാത്രമല്ല നിരസ്തമാനേന ചമാനദേന, തന്നേക്കാൾ വലിയൊരു ഈശ്വരനുണ്ടെന്ന് കരുതിയിട്ട് തൻ്റെ അഭിമാനമൊക്കെ ഇല്ലാതായി ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഏതൊരു തരത്തിലുള്ള പുണ്യകർമ്മം, എന്തൊരു ധർമ്മമാണ് ഇവൻ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിരിക്കുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഭഗവാൻ പ്രസാദിക്കുക എപ്പോഴാ? ദയാ സർവഭൂതേഷു സന്തുഷ്ടോ യേന കേനചിത് ഇന്ദ്രിയോവശാന്ത്യാച തുഷ്യത്യാശു ജനാർദ്ദന. ഭഗവാൻ പ്രസാദിക്കുക എപ്പോഴാണ്? മനസ്സിൽ ഉണ്ടായിരുന്ന എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതൊക്കെ ഇല്ലാതാക്കുക. എങ്ങനെ? സജ്ജന സംസർഗം കൊണ്ടാണ്. അത് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നു. എന്ത്? അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. അങ്ങനെയുള്ള ആളാണ് എനിക്ക് പ്രിയപ്പെട്ട ഭക്തൻ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ സന്തോഷിക്കാൻ എന്താണ് വേണ്ടത്? ഒരു ജീവജാലങ്ങളെയും സർവഭൂതേഷു ദയയാ, ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു ജീവജാലങ്ങളുണ്ടോ അതൊക്കെ ഈശ്വര സ്വരൂപമാണെന്ന് കരുതിയിട്ട് അവരെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും ദയാ കാരുണ്യാദികൾ വർഷിക്കാനും കഴിയണം. മാത്രമല്ല സന്തുഷ്ടോ യേന കേനചിത്, എതിർച്ചാലാഭ സന്തുഷ്ടൻ. ഇന്നത് വേണം ഇന്നത് വേണ്ട അങ്ങനെ മനസ്സിൽ പാടില്ല. എന്താ കിട്ടിയേ അതുകൊണ്ട് സന്തുഷ്ടനാവുക. ഇതൊക്കെ ഭക്തന്മാർക്ക് പരിപൂർണമായി ഭഗവാനെ സമർപ്പിച്ചവർക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ ആവണം എല്ലാവരും എന്ന് പറയാനാണ് അതൊക്കെ ഇതിൽ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം എന്ത് എതിർച്ചാലാഭ സന്തുഷ്ടനായിട്ടും ഇന്ദ്രിയ ഉപശാന്തിയാച്ച, ഇന്ദ്രിയങ്ങളെ അടക്കിയുമാണ് ആരാണോ കഴിയുന്നത് അവനിലാണ് ജനാർദ്ദനഃ ആശു തുഷ്യതി, ജനാർദ്ദനൻ വളരെ വേഗം സന്തോഷിക്കുന്നത്. ഭഗവാൻ സന്തോഷിക്കാനാണ് നമുക്ക് സംപ്രസന്നേ ഭഗവതിക്ക് മലഭ്യം എന്ന. ഭഗവാൻ സന്തോഷിച്ചാൽ എന്താ നമുക്ക് കിട്ടാതിരിക്കുക? എന്താ നമുക്ക് വേണ്ടത്?
ഒരു സുഖ സൗകര്യങ്ങളും അല്ല വേണ്ടത്. എന്ത്? ആ ഭഗവത് പദം മാത്രമാണ്, പരമപദമായിട്ടുള്ള ആ ബ്രഹ്മപദമാണ് നമുക്ക് വേണ്ടത്. അതാണ് പരമസുഖൈക്യമയീ ഭവത് വിചിന്ത എന്ന് പറയുന്നത്. ഏറ്റവും സുഖം നൽകുന്നതാണ് ഭഗവാന്റെ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈ ഭഗവാനെ ഇങ്ങനെ ആരാധിക്കാനും ഈ ഭഗവാന്റെ പാദങ്ങൾ ശിരസിൽ വരാൻ ഇവ എന്ത് പുണ്യ ചെയ്തിരിക്കുന്നത്? അതിനുള്ള അറിവൊന്നും ഞങ്ങൾക്കില്ല ഭഗവാനെ. അതുകൊണ്ട് പറയാണെന്ത്? നാഗപൃഷ്ടം നച്ച സാർവഭൗമം ന പാരമേഷ്ഠ്യം നരസാധിപത്യം ന യോഗസിദ്ധിരപുനർഭവം വാഞ്ചന്തി യത്പാദരജ പ്രപന്നാഃ. ഭഗവത് പാദരേണുക്കളെ സ്പർശിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാൾക്ക് നാഗപൃഷ്ടം ഇന്ദ്രലോക പദവിയോ സ്വർഗത്തെയോ മാത്രല്ല സാർവഭൗമം ഈ ഭൂലോക ചക്രവർത്തി പദത്തെയോ പാരമേഷ്ഠ്യം സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മ ലോകത്തിൻ്റെ ആധിപത്യമോ യോഗസിദ്ധീഹി ഭക്തന്മാരുടെ അടുത്തേക്ക് ആ ഭക്തന്മാരെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഭഗവാൻ അണിമ ലഘിമ ഗരിമ മഹിമ പരകായ പ്രകേശം ഈശുത്വം വശിത്വം മുതലായിട്ടുള്ള അഷ്ടസിദ്ധികൾ കൊടുക്കും. ഈ അഷ്ടസിദ്ധികളിലും മോഹം ഉണ്ടാവില്ല. പിന്നെയോ എല്ലാവരും ആഗ്രഹിക്കാം മോക്ഷം വേണമെന്നാ. ഗോപികുമാർ പഠിച്ച് മോക്ഷം തരല്ലേ, ഭഗവത് വിയോഗം വേണമെങ്കിൽ എന്ന് അശിച്ചുകൊള്ളാം എന്നാണ്. ഞങ്ങൾക്ക് മോക്ഷമൊന്നും വേണ്ട, ഞങ്ങൾക്ക് എപ്പോഴും ഈ കൃഷ്ണനെ ചിന്തിച്ച് ജീവിച്ചാൽ മതി എന്നാണ് ഗോപികുമാർ പറഞ്ഞത്. അതാണ് ഭഗവാൻ പറഞ്ഞത് എല്ലാ ഭക്തന്മാരിൽ വെച്ചിട്ട് ഗോപികമാരാണ് ഏറ്റവും ഭക്തരായിട്ടുള്ളത് എന്ന് പറഞ്ഞത്. അങ്ങനെ ആ ഭക്തി, ആ ഭഗവാന്റെ പാദരേണുക്കൾ സ്പർശിക്കാൻ കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഇതൊക്കെ നിസ്സാരാണെന്ന്. എന്ത്? അപുനർഭവം ഇനി ജനിക്കാതിരിക്കുക, അതാണ് മോക്ഷം. അതും വേണ്ട എന്നാണ് പറയണത്. അതാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ത്വദ്ഭക്തിയാ തുഷ്ടബുദ്ധേഹേ, അങ്ങയുടെ ഭക്തിയിൽ സന്തുഷ്ട മനസ്സോടു കൂടിയിട്ട് സമചിത്തന്മാരായിട്ട് മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലൊന്നും പ്രയോജനമില്ല എന്ന് കരുതി ആപദകാമന്മാരായിട്ട് എന്താ പറയുക, അകാമഭക്തന്മാർ നിഷ്കാമഭക്തന്മാരായിട്ട് സഞ്ചരിക്കുന്നവർക്ക് സോയം ഖല്ലു ഇന്ദ്രലോകം കമലജഭവനം. കമലജഭവനം ഇതന്നെ. ഇത് നാരായണീയത്തിലും പറഞ്ഞിരിക്കുന്നു ഇതേ ആശയം തന്നെ. യഥാർത്ഥ ഭക്തന് ഭഗവത് ഭക്തി ആസ്വദിക്കാൻ മനസ്സിൽ ആർക്ക് സന്തോഷം തോന്നുന്നുവോ അവന് പിന്നെ ലോകത്തിലുള്ള എല്ലാത്തും നിസ്സാരാണെന്നാണ് പറയുന്നത്. എന്താ കാരണം? ആ ഭഗവത് പാദ ചിന്ത തന്നെയാണ് നമ്മൾക്ക് പരമാനന്ദ സുഖം, ഏറ്റവും സുഖം. എല്ലാവരും ആകെ സുഖായ കർമാണി കരോതി ലോകാന്ന, സുഖത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ സുഖം? ആ ഭഗവത് പാദ സിദ്ധി. ആ ഭഗവത് പാദത്തെ, ആ ഭഗവാനിങ്ങനെ ചിന്തിച്ച് ആനന്ദമഗ്നരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എന്താണ്? ജീവിച്ചിരിക്കേ ജീവൻ മുക്തരായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ഭഗവത് പാദരേണുക്കൾ ഇവന് ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ചല്ലോ എന്ന് പറയാണ്. ഭഗവാനെ, ഈ പാദരേണുക്കൾ ബ്രഹ്മാവാദി ദേവന്മാർ പോലും മോഹിക്കുകയാണ്. മാത്രമല്ല ലക്ഷ്മീദേവി പോലും ഈ പാദരേണുക്കൾ ലഭിക്കാൻ വേണ്ടി വ്രതാനുഷ്ഠിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പാദരേണുക്കളാണല്ലോ ഭഗവാനെ ഇദ്ദേഹത്തിൻ്റെ ശിരസിൽ അങ്ങ് വെച്ചത്. അതുകൊണ്ട് ഇവൻ പുണ്യവാനാണ്. ഞങ്ങൾക്ക് ഇവന് അങ്ങയുടെ അങ്ങ് എന്തിനു വേണ്ടിയാണ്? അങ്ങ് ആരാണ്? നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ. ഭഗവതേന്ന് ഭഗവാൻ. ആരാണ് ഭഗവാൻ? നമ്മൾക്ക് അപരിമേയമായ, അളക്കാൻ പറ്റാത്ത, അളവറ്റ ഐശ്വര്യങ്ങളുടെ മുഴുവൻ ഇരിപ്പിടമാണ് ഭഗവാൻ. പിന്നെ പരമാത്മസ്വരൂപിയായിരിക്കുന്നതാണ് ഭഗവാൻ. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും എന്താ പറയുക, സൂക്ഷ്മരൂപത്തിൽ കുടികൊള്ളുന്നവനായിരിക്കുന്ന ഭഗവാൻ. ഭൂതാവാസായ ഭൂതായ, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിനും രക്ഷിക്കുന്നതിനും സംഹരിക്കുന്നതിനും പ്രാപ്തനായിരിക്കുന്ന ഭഗവാൻ, പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. നാഗപത്നിമാരാണ് ഈ സ്തുതിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. കാലായ കാലനാഭായ കാലാവയവസാക്ഷിണേ വിശ്വായ തദുപദ്രഷ്ടേ തത്കർത്രേ വിശ്വഹേതവേ. കാലായ, കാലം എന്നൊരു ശക്തിയുണ്ട്. ആ കാലശക്തിക്ക് ആശ്രയമായിട്ടുള്ളവൻ
പിന്നെയോ ഈ കാലദേശാവധിഭ്യാം നിർമുക്തം, കാലം ദേശം നിന്നൊക്കെ മുക്തനാണ് ഭഗവാൻ. അപ്പോൾ കാലത്തിൽ നിന്ന് ഭിന്നനാണ്, എന്നാൽ ആ ഭഗവാനെ കാലപുരുഷൻ എന്ന് പറയുന്നു. അതുകൊണ്ട് കാലസ്വരൂപനും. പിന്നെ എങ്ങനെയുള്ള ആളാണ്? വിശ്വായ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവനും. തതുപദ്രഷ്ടേ, ഈ വിശ്വത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും ദർശിക്കാൻ കഴിവുള്ളവനും. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഓരോ സമയത്തും നടക്കുന്നുണ്ടോ അതെല്ലാം കാണാൻ കഴിയുന്നവനും, വിശ്വത്തിന് കാരണമായിരിക്കുന്നവനും, ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ, ഈ ലോകത്തിലെ ചരാചരങ്ങളെയും ഒക്കെ സൃഷ്ടിക്കാൻ കാരണഭൂതനുമായിരിക്കുന്ന ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. നമഃ കൃഷ്ണായ രാമായ വസുദേവസുതായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതാം പതയേ നമഃ. ഭഗവാനോട് ആ ഭഗവാനെ 4 രൂപത്തിൽ പറയണം. അനന്തായ ഭഗവാൻ, ആ എന്താ പറയുക, അനന്തമൂർത്തിയായിരിക്കുന്ന, സംഘർഷണമൂർത്തിയായിരിക്കുന്ന അഹങ്കാര തത്വം, മഹത്തത്വം അഹങ്കാരം എന്ന് ആ ഭൂതങ്ങളെ സൃഷ്ടിച്ച ഇതിങ്ങനെ പറയുന്നുണ്ട്. അതിൽ ആ അഹങ്കാരം, അതിൽ ഉപാസ്യനാണ് സംഘർഷണമൂർത്തി. അങ്ങനെയുള്ള സംഘർഷണമൂർത്തിയായും വസുദേവപുത്രനായിട്ടും, വസുദേവൻ എന്നുള്ളതിന് വസുദേവരുടെ പുത്രൻ എന്നുണ്ട്, വസുവിനെ കൊണ്ട് കളിക്കുന്നവനെന്നുണ്ട്, എല്ലാറ്റിൻ്റെയും നാഥൻ എന്നും അർത്ഥമുണ്ട്, മായ കൊണ്ട് കളിക്കുന്നവൻ എന്നർത്ഥമുണ്ട്, പലർത്തുണ്ട് വസുദേവസുതൻ. അങ്ങനെ വസുദേവപുത്രൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വസുദേവപുത്രനായിരിക്കുന്നവനും ആ ഹൃദയത്തിൽ പരമാനന്ദമായി ചിത്തത്തിൽ ഉപാസ്യനായിരിക്കുന്ന വാസുദേവൻ, പിന്നെയോ ബുദ്ധിയിൽ ഉപാസ്യനായിട്ടുള്ള ആ പ്രദ്യുമ്നനും, മനസ്സിൽ ചിത്തത്തിൽ ഉപാസ്യനായിരിക്കുന്ന ആ അനിരുദ്ധനുമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണമൂർത്തേ. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ തന്നെയാണ്. ആ ശ്രീകൃഷ്ണമൂർത്തേ അങ്ങയ്ക്ക് നമസ്കാരം. ഇങ്ങനെ അങ്ങാണ് ഈ ത്വം ഹ്യസ്യ ജന്മസ്ഥിതി സംയമാൻ പ്രഭോ ഗുണൈരനീഹോ കൃതകാലശക്തി ധൃത. ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ, അത് പറഞ്ഞു തന്നെയാണ് പിന്നെയും ആ ലോകത്തെ മുഴുവൻ, ലോകമുണ്ടാകാനും ഈ ലോകത്തുള്ള സൃഷ്ടികളൊക്കെ നടത്താനും അതിനെ സംഹരിക്കാനും ഒക്കെ കാരണക്കാരനായിരിക്കുന്നത് അങ്ങ് തന്നെയാണ് ഭഗവാനെ. അതുകൊണ്ട് എന്തു ചെയ്യണം? ഈ 3 ലോകത്തിലും 3 ഗുണങ്ങളെ കൊണ്ട്, സത്വ രജ തമോ ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് ഏകനായ ഭഗവാൻ വ്യക്തമിതം ന കിഞ്ചിതഭവത് പ്രാകൃത പ്രക്ഷയേ. ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബ്രഹ്മാവിന് ഉറങ്ങാണ്. അപ്പോൾ ആ കാരണജലം, ആ ജലത്തിലാണ് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളും തൻ്റെ ശരീരത്തിലെ കുഷിയിൽ അങ്ങോട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉറങ്ങാൻ കിടക്കും. അപ്പോൾ കാലപുരുഷനോടാണ്, കാലത്തിനോടാണ് വിളിച്ചുണർത്താൻ പറയാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടാകാനും പിന്നീട് വീണ്ടും നമ്മളെങ്ങനെയാണോ കാലത്ത് എഴുന്നേറ്റ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ഈ സൃഷ്ടി നടത്താനായിട്ട് ബ്രഹ്മാവിനെ പ്രചോദിപ്പിച്ച് മായയെ കൊണ്ട് ബ്രഹ്മാവിനെ കൊണ്ട് സൃഷ്ടി നടത്താൻ സഹായിക്കുന്നവനായിരിക്കുന്ന ആ ഭഗവാന് എന്തിനാണ് സൃഷ്ടി നടത്താനായിട്ട്? പരമാത്മാവിന് രൂപമില്ല, പേരില്ല, ഭാവമില്ല, ഒന്നുമില്ല, നിർഗുണനാണ്, ഗുണാതീതനാണ് ഭഗവാൻ. പേരില്ല ഭഗവാന്. പരമാത്മാവ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത എന്നാണ് പറയുന്നത്. ആ ബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രൂപെടുത്തിരിക്കുകയാണ്. സത്വഗുണപ്രധാനിയായിട്ട് ഭഗവാനും, രജോഗുണപ്രധാനിയായിട്ട് ബ്രഹ്മാവും, തമോ ഗുണപ്രധാനിയായിട്ട് ശിവനും. ഇങ്ങനെ 3 ഗുണങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് അങ്ങ് ഈ ഗുണങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ സത്വഗുണപ്രധാനികളുടെ ആൾക്കാർ ശാന്തങ്ങളായിട്ടുള്ള പറയും, രജോ ഗുണപ്രധാനികൾ അശാന്തങ്ങൾ അല്ലെങ്കിൽ ഘോരങ്ങൾ എന്ന് പറയും, തമോ ഗുണപ്രധാനികൾ മൂഢന്മാർ എന്ന് പറയും. ഇങ്ങനെ ഈ സത്വഗുണപ്രധാനിയായിരിക്കുന്ന ശാന്തചിത്തന്മാരായിരിക്കുന്ന ഭക്തന്മാരെ രക്ഷിക്കുന്നതിനും, അതേപോലെ ഘോരന്മാരും മൂഢന്മാരുമായിട്ടുള്ള ആൾക്കാരുടെ ആ ഘോരത്വത്തെയും മൂഢത്വത്തെയും കാലക്രമേണ ഇല്ലാതാക്കി അവരെയും ഈ ഗുണത്തിലേക്ക്, സത്വഗുണത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഗുണാതീത ഭാവത്തിൽ എത്തിക്കാനും സഹായിക്കുന്നവൻ അങ്ങാണല്ലോ ഭഗവാനെ. മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങളും ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളും അതൊക്കെ സൃഷ്ടിച്ചിരുന്നു. മാത്രമല്ല മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി, ഇതിനും മാത്രമല്ല ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ,
കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളും വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്ന കർമ്മേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ 4 ഭാവങ്ങൾക്കും എല്ലാറ്റിനും സാക്ഷി അങ്ങാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു ഭഗവാൻ. ആ പഞ്ചഭൂതങ്ങൾക്ക് ഓരോ ഗുണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ആ വിഷയങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഇന്ദ്രിയങ്ങൾ നൽകി. ആ ഇന്ദ്രിയങ്ങൾ ആകാശത്തിൻ്റെ തന്മാത്രയാകുന്ന ശബ്ദം മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ എല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്തു ശ്രവണേന്ദ്രിയം. അതേപോലെ സ്പർശം വായുവിൻ്റെ ഗുണമാണ്. ആ സ്പർശം ഓരോ ജീവജാലങ്ങൾക്കും അനുഭവിക്കാനായിട്ട് ത്വക്ക് കൊടുത്തു ഭഗവാൻ. മാത്രം അഗ്നി, തേജസ്, പ്രകാശം, ആ രൂപം എല്ലാ ജീവജാലങ്ങൾക്കും അനുഭവിച്ചറിയാനായിട്ട് ചക്ഷുസ്, കണ്ണുകൾ കൊടുത്തു. ഇനി ഈ ഭൂമിയിൽ ജലം, അത് ആകാശം, വായു, അഗ്നി, ജലം. ഈ ജലത്തിൻ്റെ ഗുണം എന്താണ്? രസമാണ്. രസം അറിയാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നു നാവ്, രസന. ഇതേപോലെ പൃഥ്വി, ഭൂമി, അഞ്ചാമത്തെ ഭൂതം, പഞ്ചഭൂതങ്ങളിൽ 5ാമത്തെ. ആ ഭൂമിയുടെ ഗുണമാണ് ഗന്ധം, മണം. ആ മണം അറിയാനായിട്ട് നമുക്ക് മൂക്കും തന്നു. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന പഞ്ചതന്മാത്രകളെ അനുഭവിച്ചറിയാനായി നമുക്ക് ശക്തി തന്നത് ആരാണ്? പരമാത്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ്. ഈ ഭഗവാൻ നമ്മുടെ കണ്ണിൽ വന്നിരുന്ന് പ്രകാശം തന്നില്ലെങ്കിൽ ഒന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. ചെവിയിൽ ഭഗവാൻ വന്നിരുന്നില്ലെങ്കിൽ ഒന്നും ശ്രവിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നത്, ഇതിന് പ്രകാശങ്ങളും പ്രവർത്തനം കൊടുക്കുന്നത് ഭഗവാനാണ്. അതാണ് ന തത്ര സൂര്യോഭാതി ന ചന്ദ്ര താരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. ഈ പരമാത്മസ്വരൂപിയായ ഭഗവാന്റെ മുമ്പിൽ സൂര്യന് ശോഭയില്ല, ചന്ദ്രന് ശോഭയില്ല, നക്ഷത്രങ്ങൾ ശോഭയില്ല, പിന്നെ അഗ്നിക്ക് എങ്ങനെ ശോഭയുണ്ടാവുക? ഇടിമിന്നലിന് ശോഭയില്ല എന്നാ. എന്താ കാരണം? തമേവ ഭാന്തം അനുഭാതി സർവം. ഈ ശോഭിക്കുന്ന എല്ലാ പ്രകാശസ്വരൂപമായിട്ട് നാം കാണുന്ന എല്ലാറ്റിനെയും ശോഭിപ്പിക്കുന്നത് ഈ ഭഗവാനാണ്. തസ്യ ഭാസ സർവമിതം വിഭാതി. അങ്ങനെ എല്ലാറ്റിനെയും ശോഭിപ്പിക്കുന്ന ആ ഭഗവാനെയാണ് എല്ലാവരും അനുസരിക്കുന്നത്. ആ ഭഗവാന്റെ ശോഭ കൊണ്ട്, ആ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കാൻ നമുക്കും ശക്തി തന്നിരിക്കുന്നത് ഭഗവാനെ. ഇതൊക്കെ ആ കാളിയപത്നിമാർ പ്രാർത്ഥിച്ചതാണ്. ഇത് പറയാണ്, അപരാധ സകൃത്കർത്ത സോഢവ്യസ്വപ്രജാകൃത. അപരാധം പ്രജയാണ്. പ്രജ കുട്ടി. ഒരു കുട്ടി ചെയ്യുന്ന തെറ്റ് ഒരിക്കലെങ്കിലും ക്ഷമിക്കേണ്ടേ പിതാവ്? അതുപോലെ ഇവൻ ചെയ്ത തെറ്റ് അങ്ങ് സ്വാമിയായിരിക്കുന്ന അങ്ങ് പൊറുക്കേണ്ടതാണ് ഭഗവാനെ. അനുഗൃണീശ്വ ഭഗവൻ, ഇവനെ അനുഗ്രഹിക്കൂ ഭഗവാനെ. എന്താ കാരണം? മറ്റുള്ളവരുടെ ദയയ്ക്ക് പാത്രീഭൂതരായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ഞങ്ങളുടെ ജീവനായിരിക്കുന്ന ആ ഭർത്താവാണ് ഇദ്ദേഹം. ഈ ഭർത്താവിനെ ഞങ്ങൾക്ക് വിട്ടുതരണം ഭഗവാനെ. അങ്ങയുടെ ആജ്ഞ എന്താണോ അതൊക്കെ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച്, അങ്ങയുടെ അഭിപ്രായമനുസരിച്ച്, അങ്ങയുടെ ഉപദേശമനുസരിച്ച്, അങ്ങയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കേ ആ പരമപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന്. ഇങ്ങനെ മുനിഭിരപ്യനവാപ്യപഥൈസ്തവൈ, മുനിമാർ പോലും സ്തുതിച്ച് അവർക്ക് പോലും പ്രാപിക്കാൻ പറ്റാത്ത പദങ്ങളെ കൊണ്ടാണ് ഇവർ സ്തുതിച്ചത് എന്നാണ് പറയുന്നത്. ഈ സ്തുതിയിൽ തന്നെ അവർ ഭഗവാനോട് അവർ പറയുന്ന ഒരു പ്രാർത്ഥന, ഒരു അപേക്ഷ കൂടിയുണ്ട്. എന്താണ്? ഇവൻ ഈ ഭഗവാൻ സൃഷ്ടിക്കുന്നതിൽ ഘോരം, ശാന്തം, അശാന്തം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവൻ ഈ കാളിയൻ, ഞങ്ങളുടെ ഭർത്താവായിരിക്കുന്ന ഇവൻ മൂഢനായിരിക്കുന്ന ആ തമോ ഗുണപ്രധാനിയാണ്, ക്രോധശീലനാണ്. അതുകൊണ്ട് അവൻ്റെ തെറ്റ് ക്ഷമിക്കണം എന്നാണ് പറയണത്. ഇങ്ങനെ അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ അവരുടെ ആ ഭക്തിയിൽ മനസ്സ് സന്തോഷിച്ചു. ഇതാണ് ഭഗവാന് എത്ര ഭഗവാന് ആരോടും നഹി കശ്ചിൽ പ്രിയ അപ്രിയ, പ്രിയനും അപ്രിയനായിട്ട് ഭഗവാൻ ആരുമില്ല എന്നാണ്. എല്ലാവരും ഭഗവാൻ ഒരുപോലെയാണ്. അതുകൊണ്ട് ആ ഭഗവാന് മനസ്സിൽ ഇവരോട് നല്ല അലിവ് തോന്നി. സ്ത്രീകളുടെ പ്രാർത്ഥന കേട്ടപ്പോഴാണ് മനസ്സറിഞ്ഞത് എന്നർത്ഥം. കാളിയൻ അപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഭഗവാൻ ആ കാളിയൻ്റെ ശിരസിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി.
ഇറങ്ങിയപ്പോൾ ആ ലോക ചരാചര ഗുരുവും ആ ലോകത്തിൻ്റെ മുഴുവൻ ഭാരം വഹിക്കുന്നവനുമായ ഭഗവാൻ തൻ്റെ ശിരസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കാളിയനൊരു ശക്തിയൊക്കെ വന്നു. അങ്ങനെ ശക്തി വന്ന് ആ കൈകൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഈ സർപ്പങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ കൈകൾ ശിരസിൽ വെച്ചിട്ട് കാളിയനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് അപ്പോൾ ഈ സ്ത്രീകളുടെ പ്രാർത്ഥനയ്ക്ക്, സ്ത്രീകളാണ് പൊതുവെ ദയാശീലർ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീ ശൂദ്രാസ്ത്വസ്കദാദിശ്രവണ വിരഹിത ആസതാം തേ ദയാർഹ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളൊക്കെ ദയ അർഹിക്കുന്നവരാണ്. അവരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ഭഗവാനെ അലിഞ്ഞു എന്നാണ്. അതാണല്ലോ ആ സുദാമാവിൻ്റെ പത്നിയുടെ അപേക്ഷ കേട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭഗവാനെ കാണാനായിട്ട് ആ സുദാമാവ് പോയത്. സുദാമാവ് കൃഷ്ണഭക്തനാണ്, കൃഷ്ണനെ കാണാൻ പോകണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. സുദാമ പത്നി പറഞ്ഞപ്പോഴാണ് പോകാൻ തോന്നിയത്. ഇങ്ങനെ ഈ ഭഗവാന്റെ ആ കാരുണ്യം കിട്ടാൻ, ആ കാരുണ്യം നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ ഭഗവാനെ ഇങ്ങനെ ആശ്രയിക്കണം. ഈ നാഗപത്നിമാരായിട്ടുള്ള അവർ സ്തുതിച്ച സ്തുതി പോലെ ആ ഭഗവത് ഭക്തിക്ക് മുമ്പിലെ മറ്റൊന്നും സ്ഥാനമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കാളിയൻ സരസിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാണ്, ഭഗവാനെ അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും ആശ്രയമില്ല. അങ്ങാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഘോരങ്ങളും മൂഢങ്ങളും ശാന്തങ്ങളുമായിരിക്കുന്ന, കാളിയനോ തന്നെയാണ് പറഞ്ഞത്, ശാന്തങ്ങളുമായിരിക്കുന്ന സൃഷ്ടികളിൽ വെച്ചിട്ട് മൂഢാത്മാവായിരിക്കുന്ന തമോഗുണപ്രധാനിയായിരിക്കുന്ന ഞാൻ ജനിച്ചു എന്നുള്ളത് അങ്ങയുടെ മായയുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. ഈ മായയെ ജയിക്കാൻ ആ ബ്രഹ്മാവാദി ദേവൾക്ക് പോലും സാധിക്കില്ല. പിന്നെ ഒരു സർപ്പമായിരിക്കുന്ന അങ്ങയെക്കുറിച്ച് അറിയാൻ പോലും കഴിയാത്തവനായ ബുദ്ധിഹീനനായ ഞാൻ എങ്ങനെയാണ് ഭഗവാനെ അങ്ങയുടെ മായയെ ജയിക്കാൻ എനിക്ക് സാധിക്കുക? അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹമില്ലാതെ ഇതൊന്നും നടക്കില്ല ഭഗവാനെ എന്ന് പറഞ്ഞു. അതാണ് നമ്മളൊക്കെയും ഈ കാമക്രോധ മോഹ മത മത്സരാദികളൊക്കെ അടിമപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മായാമോഹിതരായിട്ടാണ്. ഈ മായ എന്നതിനെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടുള്ള മായയെ ജയിക്കാൻ പര്യാപ്തമാകുന്ന മനസ്സാക്കി തീർക്കണം നമ്മുടെ ഓരോരുത്തരുടെയും. അങ്ങനെ കാളിയൻ അവസാനം പറയാണ്, അങ്ങാണല്ലോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ നത്വത്സമോസ്ത്യഭ്യധികുതോന്യോ ലോകത്രയേപ്യപ്രതിമ പ്രഭാവഃ. അങ്ങാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ പിതാവ്, ചരാചരങ്ങളും പിതാവ് അങ്ങാണ്. അങ്ങാണ് പൂജനീയന്മാരിൽ വെച്ചിട്ട് പൂജനീയനായിട്ടുള്ള ആൾക്കാർ. അങ്ങേക്ക് തുല്യനായിട്ട് ഈ പ്രപഞ്ചത്തിൽ വേറൊരാളുമില്ല ഭഗവാനെ. അനന്ത മഹിമാവോടുകൂടിയ അങ്ങക്ക് നമസ്കാരം ഭഗവാനെ. അടിയൻ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണേ, അത് അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തത്, പൊറുക്കണേ എന്നൊക്കെ കാളിയൻ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ആ കാളിയനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. കാളിയനോട് പറയാണ്, ഈ രമണകം വ്രജവാരിധി മധ്യകം, ഈ മുമ്പ് തന്നെ കാളിയൻ രമണകത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ കാളിന്തിയിൽ വന്ന് ഇവിടെ വസിച്ചതുകൊണ്ട് ഈ കാളിന്തിയിലത്തെ ജലമൊക്കെ വിഷദൂഷിതമായി. ഇനി ഈ കാളിന്തി യമുനാ നദി വിഷമില്ലാതെ ശുദ്ധ ജലമാക്കി തീർക്കണം. അതിന് നീ ഇവിടുന്ന് പോകണം. മാത്രമല്ല, ഏതൊരാളാണോ പ്രാതക്കാലത്തും സായംകാലത്തും ഈ കഥ അനുസ്മരിക്കുന്നത് അവരെ നീ ഉപദ്രവിക്കാൻ പാടില്ല, നാഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കാളിയൻ പറയാണ്, എനിക്ക് ഇവിടുന്ന് പോകാൻ നിവൃത്തിയില്ല, ആ ഗരുഡൻ എന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞപ്പോൾ പറയണേ, ഫണിരിപൂർന്ന കരോതി വിരോധിതാം, ആ പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡൻ നിന്നോട് വിരോധം കാണിക്കില്ല. എന്താണ് കാരണം? നിൻ്റെ ഓരോ ഭണങ്ങളിലും എൻ്റെ യവ അങ്കുശ ശനി താമര മുതലായിട്ടുള്ള യവം അങ്കുശം താമര മുതലായിട്ടുള്ള ചിഹ്നങ്ങൾ പതിഞ്ഞിരിക്കുന്നതിനാൽ ഒരിക്കലും നിന്നെ കാളിയൻ ഉപദ്രവിക്കില്ല, ഗരുഡൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാളിയൻ രമണകദ്വീപിലേക്ക് ഭാര്യമാരോടും മക്കളോടും പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ സന്തുഷ്ടരായി ഇവർക്ക് ആ ഭർത്താവിനെ തിരിച്ചു കിട്ടിയപ്പോൾ അവർ ഭഗവാന് എത്രയോ വില പിടിച്ച രത്നങ്ങൾ, മുത്തുമാലകൾ, പട്ടുവസ്ത്രങ്ങൾ, അലങ്കാരങ്ങൾ, കുറിക്കൂട്ട്, മറ്റേ നീലത്താമര പൂമാല എന്നൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ പൂജിച്ചു, ആദരിച്ചു. അങ്ങനെ പോകാൻ തയ്യാറായി. ഭഗവാനെ അവരെടുത്ത് തീരത്തേക്ക്, ആ കാളിയനെടുത്ത് തീരത്തേക്ക് കൊണ്ടുവന്നു കൊടുത്തു.
ഇങ്ങനെ ആ കാളിയൻ്റെ ആ ഗർവ് ഇതിനെ ശമിപ്പിച്ച കഥ കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നാഗാലയം രമണകം കസ്മാത്യാജ കാളിയഹാന്ന്. പണ്ട് ഗരുഡനും ആ ഗരുഡൻ്റെ അമ്മയും മറ്റേ കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരായിരിക്കുന്ന വിനതന്മാരും തമ്മിലുള്ള ഒരു വാദപ്രതിവാദത്തിനിടയ്ക്ക് അവർ വിനതയ്ക്ക് കദ്രുവിൻ്റെ ദാസിയാവേണ്ടി വന്നു. അങ്ങനെ ആ ദാസിയാവേണ്ടി വന്ന് ഉച്ചൈശ്രവസിൻ്റെ വാല് കറുത്തിട്ടാണ് എന്ന് പറഞ്ഞു കദ്രു. അല്ല, വെളുത്തിട്ടാണ് എന്ന് പറഞ്ഞു വിനത. ശരിക്കും വെളുത്തിട്ടാണ് പാലാഴിന്നുണ്ടായിരുന്നു ഉച്ചൈശ്രവസ് എന്ന കുതിരയ്ക്ക്. അപ്പോൾ ആ വാദത്തിൽ കറുത്തിട്ടാണെങ്കിൽ ഞാൻ നിൻ്റെ ദാസിയാവും, വെളുത്തിട്ടാണെങ്കിൽ നിൻ്റെ ദാസിയാവും. അങ്ങനെ അവർ വല്ല ഒരു തർക്കം ഉണ്ടായി. അങ്ങനെ നാഗങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ രാത്രി നാളെ പോകാൻ തീരുമാനിച്ചിരുന്നു. രാത്രി നാഗങ്ങളോടൊക്കെ വിളിച്ച് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ഉച്ചൈശ്രവസിൻ്റെ വാലും വെച്ച് ചെന്ന് തൂങ്ങി കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സർപ്പങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല, ഞങ്ങൾ അനുസരിക്കില്ല, നിങ്ങൾ ഉഗ്ര വിഷമുള്ള സർപ്പങ്ങളായിട്ട് പോകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ശരി, അങ്ങയുടെ ശാപം ഞങ്ങൾ കേൾക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കാം. ഇങ്ങനെ വിചാരിച്ചിട്ടാണ് അനന്തം വാസുകീം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ. ഈ നാഗങ്ങളൊക്കെ ആ ശാപത്തിൽ മുക്തരായി ഭഗവാൻ ഓരോരുത്തരെ ശരണം പ്രാപിച്ച് അതാണ് ഇന്ന് നാഗാരാധനയായിട്ട് മാറാൻ കാരണം. അങ്ങനെ മറ്റു നാഗങ്ങളോട് പറഞ്ഞു, അവരും അനുസരിച്ചില്ല. അവസാനം ചെറിയ നാഗങ്ങൾ അനുസരിച്ചു. അങ്ങനെ ആ വാലുമ ചെന്ന് കിടന്നു. കർത്താന്ന് പറഞ്ഞപ്പോൾ ഇവർ ദാസ്യപ്പണി ചെയ്യേണ്ടി വന്നു വിനതയ്ക്ക്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഗരുഡൻ ജനിച്ചപ്പോൾ ഗരുഡനും ദാസ്യപ്പണി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ആ ഗരുഡന് വിഷമായി. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ഈ സർപ്പങ്ങളെയൊക്കെ ഏറ്റവും ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, ഇതൊക്കെ ഇപ്പോൾ എന്താണ് ഇതിന് രക്ഷ നേടാൻ എന്താ വഴിയെന്നൊന്നും അവരോട് ചോദിക്കുമെന്നു. അപ്പോൾ പറഞ്ഞു, അമൃത് കൊണ്ടുവന്നാൽ മതിയെന്നു. അപ്പോൾ ഗരുഡൻ അച്ഛൻ തപസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ദേവലോകത്തേക്ക് പോയി. അങ്ങനെ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്ന് അപേക്ഷിച്ച് അമൃത് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, അത് അങ്ങ് എങ്ങനെയായാലും കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ അമൃത് ഭഗവാനായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഭഗവാന്റെ വാഹനമായി തീർന്നത് ഗരുഡൻ എന്നാണ് പറയണത്. അങ്ങനെ ആ കാളിയൻ ഭഗവാൻ ആ അമൃത് കൊണ്ട് വരുന്ന സമയത്ത് കടമ്പുവൃക്ഷത്തെ ഒന്ന് വെച്ചുത്രേ. അതാണ് ആ കടമ്പുവൃക്ഷത്തിന് ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ, ശക്തി ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അമൃത് കൊണ്ടുവന്ന് നാഗങ്ങളുടെ മുമ്പിൽ വെച്ചു, അമൃത് കൊണ്ടുവന്നിരിക്കുന്നോ, ശരി, നിങ്ങളുടെ ദാസി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അമൃത അവിടെ വെച്ചു. അപ്പോൾ അവർക്കും ഉണ്ടല്ലോ വ്രതശുദ്ധി. അവർ കുളിക്കാനായിട്ട് പോയ സമയത്ത് ഇന്ദ്രൻ അമൃത് കൊണ്ടുപോയി. അങ്ങനെ അവർക്ക് അമൃത് കിട്ടിയില്ല. അവർ ആ നിലത്ത് അത് വെച്ച ദർഭപ്പുല്ലിങ്ങനെ അങ്ങനെ എന്താ പറയുക നക്കിയപ്പോൾ അവർ നാവ് രണ്ടായി തീർന്നു. അതുകൊണ്ടാണ് നാവ് ജിഹ്കന്മാരായ സർപ്പങ്ങളെന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ അന്ന് തൊട്ട് ഈ ഗരുഡന് നാഗങ്ങളോട് ദേഷ്യമാണ്. അതുകൊണ്ട് എന്തു ചെയ്തു? കടന്ന നാഗങ്ങളെയൊക്കെ പിടിച്ച് തിന്നും. അങ്ങനെ അപ്പം നാഗങ്ങൾക്കൊക്കെ സങ്കടമായി. അപ്പം നാഗങ്ങളെല്ലാവരും ചെന്ന് ഗരുഡനോട് പറഞ്ഞു വെച്ചു, ഞങ്ങൾ ഓരോ നാഗപൂജയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങളൊക്കെ പർവ്വങ്ങൾ തോറും ഭാവ് തോറും അങ്ങേക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗരുഡ സമാധാനമായി. അങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ പർവ്വങ്ങളിൽ ഈ സർപ്പങ്ങൾക്കുള്ള പൂജാദ്രവ്യങ്ങൾ പൂജാ സാധനങ്ങൾ ഭക്ഷണമായിട്ട് ഗരുഡന് കൊണ്ടുകൊടുക്കും. ഗരുഡൻ അത് ഭക്ഷിക്കും. അങ്ങനെ പറയും. അപ്പോൾ തൻ്റെ വിഷവീര്യത്തിൽ അഹംഭാവിയായിട്ട് ആ കാളിയന് ഇത് സഹിച്ചില്ല. കാളിയൻ ഒരു ദിവസം എന്തു ചെയ്തു? ഈ ഗരുഡന് വെച്ചിരുന്ന ആ പൂജാദ്രവ്യങ്ങൾ കാളിയൻ അങ്ങോട്ട് ഭക്ഷിച്ചു. ഇതറിഞ്ഞ ഗരുഡൻ കാളിയനെ ഉപദ്രവിക്കാവുന്നു. ആ ഗരുഡൻ്റെ ചിറകടി വെച്ച കേട്ടപ്പോൾ തന്നെ കാളിയന് ഭയമായി. കാളിയൻ തൻ്റെ വിഷജ്വാല തീറ്റി. പക്ഷേ നിർത്തിയില്ല. ഓടി 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 കാളിന്തിയിൽ ചെന്നു. കാളിന്തിയിലാവട്ടെ സൗഭര്യമഹർഷിയുടെ ശാപം കൊണ്ട് ഗരുഡന് പ്രവേശിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് കാളിയൻ ഈ കാളിന്തിയിൽ വസിച്ചത്. ഗരുഡനെ സൗഭര്യ ശപിച്ചതുകൊണ്ട് കാളിന്തിയിൽ വരില്ല എന്നുള്ള അഹംഭാവം കൊണ്ടാണ് കാളിയനോട് താമസിച്ചതും ഉപദ്രവിച്ചതും. ഇങ്ങനെ ഈ കഥയിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുർവാസനകളെയും ഇല്ലാതാക്കി ഭക്തി വർദ്ധിപ്പിച്ചിട്ട് ആ ഭഗവത്പാദങ്ങളെ ശരണം പ്രാപിക്കണം. ആർത്തത്രാണപരായണ സ ഭഗവാൻ നാരായണോ മേ ഗതി. ആർത്തന്മാരെ രക്ഷിക്കുന്നതിൽ തൽപരനായിരിക്കുന്ന നാരായണനാണ് ഗതി എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. വക്കത്തുൽക്കണ്ഠയാലുരുജവ ചേടും വല്ലവ സ്നേഹിതന്മാരാക്രന്തിക്കേ കടക്കണ്ണനവൊടു പശുവൃന്ദങ്ങളങ്ങമ്പരക്കേ അർക്കാപത്യാന്തരാളാത് ഉപരി ഉയരുമക്കാളിയ പത്തിയിന്മേൽ അക്കാർവർണ്ണൻ നടത്തിയിടിന നടനകലാവൈഭവം കൈതൊഴുന്നേൻ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും
ശരിയുണ്ടെങ്കിൽ ഇതൊക്കെ സജ്ജനങ്ങളുടെ ഭാഗത്തിൽ ഭഗവാന്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു. അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ മാത്രമായിട്ട് കരുതണം. എല്ലാവരും ക്ഷമിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.